എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്കെല്ലാം ആദ്യമേ തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. രണ്ടാം ഘട്ടം ഒന്നും രണ്ടും വലിയ കുഴപ്പങ്ങളില്ല. രണ്ടാമത്തേതും കുറച്ച് എങ്കിലും നമ്മുടെ LDCക്കൊക്കെ പഠിച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയായിരുന്നു കുറച്ച് ചോദ്യങ്ങൾ. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, കേരള നവോത്ഥാനം, കേരളത്തിലെ പ്രക്ഷോഭങ്ങളിലൂടെ കേരളത്തിലെ ജിയോഗ്രഫി അതൊക്കെയാണ് ഇച്ചിരി കൂടുതലാണ്. ഇപ്പോൾ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് നല്ലോണം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 8, 9 10 സയൻസ് നല്ലവണ്ണം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റിവിഷൻ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുക. നിങ്ങൾ ഒരുവിധമൊക്കെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയുടെ അവസാന നിമിഷത്തിൽ ഇനി ഇതെല്ലാം പഠിക്കണേ എന്ന് ഞാൻ പറയല്ല. നിങ്ങൾക്കൊന്ന് റിവിഷനുമായിട്ടാണ് ഞാൻ വന്നത്. 2 ഘട്ടക്കാർക്ക് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് മൊത്തത്തിൽ റിവിഷൻ നടത്തി. അതേപോലെ നിങ്ങൾക്കും 2 ദിവസം മുമ്പ് റിവിഷനുമായിട്ട് വരിക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓരോരുത്തരോടും പറയാണ്, ആത്മവിശ്വാസത്തോടെ പോവുക, ജീവിതത്തിൽ വേറെ ടെൻഷൻ ഒന്നും അടിക്കാതെ പോവുക. പലരും ടെൻഷനൊക്കെ അടിക്കുന്നതാണ്. അതൊക്കെ ഇനി എന്നും ഞാനിട്ട് പറയണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം നോക്കേ. താഴെ പറയുന്നതിൽ തെറ്റായ വർഷം ഏത്? കേരള സാഹിത്യ അക്കാദമി 1954, കേരള കലാമണ്ഡലം 1930, കേരള സംഗീത നാടക അക്കാദമി 1958, കേരള ലളിതകലാ അക്കാദമി 1962, കേരള ലളിതകലാ അക്കാദമി 1962. അപ്പൊ ഇതിന്റെ 4ന്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ആണ്. കേരള സാഹിത്യ അക്കാദമിയും കേരള കലാമണ്ഡലവും കേരള സംഗീത നാടക അക്കാദമിയും കേരള ലളിതകലാ അക്കാദമി എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ. കാരണം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ പറയുന്നത് തൃശ്ശൂരാണ്. ഇത്രയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടായോണ്ടാ. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്, തൃശ്ശൂരാണ്. അതുപോലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട ഇതൊക്കെ തൃശ്ശൂരാണ് അല്ലെ. അപ്പോൾ അവന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. ഇതിലെ വർഷങ്ങൾ ശരിയാണോ എന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി വന്ന വർഷം നോക്കേ. കേരള സാഹിത്യ അക്കാദമി 1962. ശരി തന്നെയാണ്. സാഹിത്യ അക്കാദമി അല്ല, കേരള ലളിതകലാ അക്കാദമി 1962. തൃശ്ശൂര് ചെമ്പുകാവാണ്. കേരള സംഗീത അക്കാദമി 1958. ശരിയാണ്. 58 കേരള സംഗീത അക്കാദമി വന്നത്. കേരള കലാമണ്ഡലം വന്നത് 1930. ശരിയാണ്. തൃശ്ശൂര് 1930. കേരള സാഹിത്യ അക്കാദമി 54. കേന്ദ്ര സാഹിത്യ അക്കാദമി 54. കേരള സാഹിത്യ അക്കാദമി വന്നത് 56 അല്ലെ. കേരള സാഹിത്യ അക്കാദമി വന്നത് എന്താണ്? 56. കലാമണ്ഡലം 30. കേരള സംഗീത നാടക അക്കാദമി 58, ലളിതകലാ അക്കാദമി 62 അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. മറന്നുപോരുത്. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരും ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ ഒരേ ഒരു മലയാളി അല്ലെ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ ഒരേ ഒരു മലയാളി സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ, HN ഖുസ്രു, ഫസൽ അലി, ഇവർ 3 പേരുമായിരുന്നല്ലോ. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിന്റെ 2-3 കൃതികൾ, കേരള സിംഹം, പറങ്കിപ്പടയാളികൾ, പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കിപ്പടയാളികൾ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി സർദാർ KM പണിക്കരുടെയാണ്. അതുപോലെ 2 ചൈനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന 2 ചൈനയിൽ എന്നിവ ആരുടെ കൃതിയാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരുടെ മൊത്തപ്പേര് കാവാലം മാധവ പണിക്കർ എന്നതാണ് കേട്ടോ. കാവാലം മാധവ പണിക്കരാണ് അദ്ദേഹത്തിന്റെ മൊത്തപ്പേര് എന്ന് പറയുന്നത്. ചൈനയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ സർദാർ KM പണിക്കരാണ്. അതുപോലെ നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി ഏതെന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. 53 ഫസൽ അലി കമ്മീഷനിൽ അംഗമായതും സർദാർ KM പണിക്കർ. 53 UGC വന്നത് ആണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വന്നതും 53. UGC രൂപീകരിച്ച കമ്മീഷൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ UGC രൂപീകരിച്ച കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? UGC വരുന്നത് അല്ലെ. UGC വരുന്നത്. അപ്പൊ ഫസൽ അലി കമ്മീഷൻ വന്നത് 53. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 55 കേട്ടോ. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 55. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ആദ്യമായിട്ട് വരുന്നത്? ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളാണ് 1956 നിലവിൽ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്? 1956. ഇന്ത്യയിൽ ഇപ്പൊ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യയിൽ ഇപ്പൊ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 28 സംസ്ഥാനങ്ങളാണ്. 28ാമത്തെ സംസ്ഥാനമായിട്ട് നിൽക്കുന്നത് തെലങ്കാനയാണ് അല്ലെ. തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? തെലങ്കാനയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിന്റെ ഇപ്പൊ ഏതാ തലസ്ഥാനം? അന്നേരം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം
അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? അമരാവതി. ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി ആന്ധ്രാപ്രദേശിനല്ലേ? ആണ്, ആന്ധ്രാപ്രദേശിലെ അമരാവതി ഏറ്റവും അവസാനത്തെ, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി. ഇപ്പം എന്തുകൊണ്ടായാലും, കാരണം ഹൈദരാബാദ് അങ്ങ് തെലങ്കാനയിൽ പോയപ്പോൾ ആന്ധ്രാപ്രദേശ് പുതിയ ഹൈക്കോടതി വന്നല്ലേ പറ്റൂ. അപ്പൊ 25 ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്, മറന്നുപോരുത്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികൾ. ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി ഇവിടെ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി എവിടെയായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി, ആദ്യ സുപ്രീം കോടതി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ ഭൂഗർഭ റെയിൽവേ, ആദ്യത്തെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം, ഇതെല്ലാം കൊൽക്കത്തയാണ്. ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ സുപ്രീം കോടതി, ആദ്യ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം വരെ കൊൽക്കത്തയാണ് കേട്ടോ. റിസർവ് ബാങ്ക് 35 വരുമ്പോ ഏതായിരുന്നു? കൊൽക്കത്ത. പിന്നീട് 37 കാലഘട്ടത്തിലാണ് മുംബൈയിലോട്ട് ആക്കുന്നത് റിസർവ് ബാങ്കിനെ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അതിന്റെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് അല്ലെ. തദ്ദേശീയമായി ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. നമ്മുടെ ലാലാ ലജ്പത് റായ് അല്ലേ സ്ഥാപിച്ചത്? ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI അല്ലെ. SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. 1921 വന്ന ഇമ്പീരിയൽ ബാങ്ക് ആണ് എന്തായി മാറുന്നത്? SBI ആയിട്ട് മാറുന്നത്. 21 വന്ന ഇമ്പീരിയൽ ബാങ്ക് ആണ് 55 SBI ആയിട്ട് മാറുന്നത്. SBI ദേശസാൽക്കരിച്ചതും 55 തന്നെയാണ് കേട്ടോ. അപ്പം 21 വന്ന ഇമ്പീരിയൽ ബാങ്ക് 55 എന്തായുടെ? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി അല്ലെ. ആ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. അതുപോലെ ഈ SBIയുടെ സ്ഥാപക ചെയർമാൻ നമ്മുടെ ജോൺ മത്തായി ആണ് കേട്ടോ. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരാണ്? ജോൺ മത്തായി. ക്യാബിനറ്റിൽ അംഗമായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി അല്ലേ? ആണ്, ക്യാബിനറ്റിൽ അംഗമായ ആദ്യത്തെ മലയാളിയും ആദ്യത്തെ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ആരാ? ജോൺ മത്തായി ആണ്. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട് ജോൺ മത്തായിക്ക്. കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ 1957 കേരള സർവകലാശാല വരുന്നത്. 57 വന്ന കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാ? ജോൺ മത്തായി. 20 വർഷം മുമ്പ് 37 അത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു കേട്ടോ. 37 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് 57 എന്താക്കി മാറ്റുന്നത്? കേരള സർവകലാശാലയാക്കി മാറ്റുന്നത്. അപ്പൊ 57 കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ജോൺ മത്തായി അല്ലെ. ജോൺ മത്തായി. കേരള സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ B രാമകൃഷ്ണ റാവുവെ പറയോ. കാരണം ഗവർണർമാരാണല്ലോ ചാൻസലർ ആയിട്ട് വരേണ്ടത്. അപ്പൊ കേരള സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ഗവർണറായ B രാമകൃഷ്ണ റാവു. വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തത് ജോൺ മത്തായി ആണ് അല്ലെ. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? 37 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യരായിരുന്നു. ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ വൈസ് ചാൻസലറും ചാൻസലർ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ. 37 57 അതെന്താക്കി മാറ്റി? കേരള സർവകലാശാലയാക്കി മാറ്റി. അത് നല്ലൊരു ക്വസ്റ്റ്യനാ. കുസാറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുസാറ്റ് യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ അല്ലേ, കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ. ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റി വന്നത് മണ്ണുത്തി യൂണിവേഴ്സിറ്റി ഇല്ലേ, തൃശ്ശൂർ കാർഷിക സർവകലാശാല, ഇതൊക്കെ വന്നത് 71 തന്നെയാണ്. മണ്ണുത്തി യൂണിവേഴ്സിറ്റി വന്നത് ഏത് വർഷമാണ്? 71. കുസാറ്റ് വന്നത് ഏത് വർഷം? 71. കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ്. മറന്നുപോരുത്, ജോസഫ് മുണ്ടശ്ശേരി കുസാറ്റിന്റെ. ഈ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകളാണ് കേട്ടോ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെയാ? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയത്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല ഏത് ജില്ലയിലാണെന്നറിയാമോ? കേരളത്തിലെ ആരോഗ്യ സർവകലാശാല തൃശ്ശൂർ. ആരോഗ്യ സർവകലാശാല ഹെൽത്ത് യൂണിവേഴ്സിറ്റി എവിടെയാണ്? തൃശ്ശൂർ. ഫിഷറീസ് യൂണിവേഴ്സിറ്റി എവിടെയാണ് കേരളത്തിൽ? ഫിഷറീസ് യൂണിവേഴ്സിറ്റി അത് കൊച്ചിയിൽ, പനങ്ങാട്, എറണാകുളത്താണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് എറണാകുളത്ത്. പിന്നെ വേറൊന്നും ഉണ്ടല്ലോ, വേറെ ഏത് യൂണിവേഴ്സിറ്റിയാ? കുസാറ്റ് ഉണ്ട്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ നിയമ യൂണിവേഴ്സിറ്റി ഇല്ലേ, നിയമ യൂണിവേഴ്സിറ്റിയും നമ്മളെ കേരള ഹൈക്കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഒക്കെ എറണാകുളത്താണ്. ഓർത്തു വെച്ചിരിക്കണേ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. മലയാളം യൂണിവേഴ്സിറ്റി എവിടെയാണ്? മലയാളം യൂണിവേഴ്സിറ്റി അത് നമ്മുടെ എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തിരൂരാണ്. മലപ്പുറം തിരൂരാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം. കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരളത്തിൽ? കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് കാസർഗോഡാണ്. കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര സർവകലാശാല
സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ കണ്ണാറ, അല്ലെ? കണ്ണാറയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. കശുവണ്ടി ഗവേഷണ ഗവേഷണ കേന്ദ്രം 2 ഉണ്ട്. 2 മലപ്പുറത്ത് ആനക്കയോ ഉണ്ട്, തൃശ്ശൂര് മാടക്കത്രയുണ്ട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മലപ്പുറം ആനക്കയവും തൃശ്ശൂര് മാടക്കത്രയും കശുവണ്ടി ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ? വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ? 2 ഉണ്ട്. വെള്ളാനിക്കര, തൃശ്ശൂര് വാഴക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അത് നിങ്ങൾക്ക് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിൽ പറയാം. എറണാകുളം വാഴക്കുളത്തിൽ. അപ്പൊ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളവും വെള്ളാനിക്കരയും ഓർത്ത് വെച്ചിരിക്കണേ. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കുടിലു ആണ് കേട്ടോ. കുടിലു തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് കുടിലു. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെ? ശ്രീകാര്യത്താണ് നമ്മുടെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്. കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടാന്നറിയാമോ? കന്നുകാലി ഗവേഷണ കേന്ദ്രം തുമ്പൂർ മൂഴിയാണ്. തൃശ്ശൂർ ജില്ലയിലെ തുമ്പൂർ മൂഴിയാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രം. ഇൻഡോസിസ് പ്രോജക്ട് എവിടെ? കന്നുകാലികളുടെ ഇൻഡോസിസ് പ്രോജക്ട് മാട്ടുപ്പെട്ടി, അല്ലെ? ഇൻഡോസിസ് പ്രോജക്ട് എവിടെയാണ്? മാട്ടുപ്പെട്ടിയിലാണ്. മാട്ടുപ്പെട്ടി, അതായത് ഇൻഡോസിസ്, എന്താ? സ്വിറ്റ്സർലൻഡ്. അതുകൊണ്ട് നമുക്ക് അവിടെ നല്ലൊരു ചോദ്യമുണ്ട്. ഈ ധവള വിപ്ലവവുമായി സഹകരിച്ച രാജ്യം ഏതാണ്? പാലുൽപ്പന്നങ്ങളുമായി സഹകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സ്വിറ്റ്സർലൻഡുകാരാണ്. അപ്പം ഇന്ത്യയിൽ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡുകാരാണ്. പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന നമ്മുടെ ആനന്ദിന്ത്യയുടെ സഹകരണം, അതുപോലെ ധവള വിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ധവള വിപ്ലവം. മറന്നുപോരുതേ, ഓപ്പറേഷൻ ഫ്ലഡ് 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെടുന്നത്? ധവള വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ധവള വിപ്ലവം വരുന്നത് കേട്ടോ. 3ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നത് ഹരിത വിപ്ലവമാണ്. അപ്പൊ ഹരിത വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതി? ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതിയിലും ധവള വിപ്ലവം 4ാം പഞ്ചവത്സര പദ്ധതിയിലുമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, മണ്ണ് സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്നറിയാമോ? മണ്ണ് സംരക്ഷണ കേന്ദ്രം കോന്നിയിലാണ് മണ്ണ് സംരക്ഷണ കേന്ദ്രം. മണ്ണ് സംരക്ഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? കോന്നിയിലാണ് മണ്ണ് സംരക്ഷണ കേന്ദ്രം. അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ? കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ കാപ്പി ഗവേഷണ കേന്ദ്രം. അതുപോലെ ഇത് ചോദിക്കാം, വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം വട്ടവട ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കാടുകളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാടുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കാടുകൾ ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ വയനാടേ പറയാവൂ, വയനാട്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എവിടെ? വയനാടാണ്. കാടുകൾ തീരെ കുറവുള്ള ജില്ല ഏതാണ്? കാടുകൾ തീരെ കുറവ് അതെവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്, അല്ലെ? കാടുകൾ തീരെ കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിൽ ഒരു റിസർവ് വനം ഇല്ലേ? ആലപ്പുഴയിലെ റിസർവ് വനം ഏതാ? വിയപുരം റിസർവ് വനം, അല്ലെ? ഈ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. KK നായരാണ് പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് സഹായിച്ച വ്യക്തി. ആരാണ്? KK നായർ. പത്തനംതിട്ട ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടം അല്ലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലാണ്, അല്ലെ? പമ്പാ നദിയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലെ കല്ലടയാറില്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ടയിലും പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പാലരുവി, കുംഭാ ഉരുട്ടി ഇതൊക്കെ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്, അല്ലെ? കൊല്ലം ജില്ലയിലല്ലേ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രമായി ചെന്തുരുണി വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ചാവച്ച് വരുന്ന 4 എണ്ണം. ചാവച്ച് വരുന്നത് ആരൊക്കെയായിരുന്നു? ചായിൽ തുടങ്ങുന്ന വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ചെന്തുരുണി, ചായില. ചിന്നാറില്ലേ? ഇടുക്കിയിലെ ചിന്നാറ് ചായിലാണ്. ചിമ്മിനി, തൃശ്ശൂർ ചിമ്മിനി. ഇത് 3ഉം വരുന്നത് 84ലാണ്. 1984 വർഷം തെറ്റരുതേ. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം വന്നത് 84ലാണ്. ചിമ്മിനി ഉണ്ടല്ലോ, തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം, കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം, ഇതൊക്കെ വരുന്നത് 84ലാണ്. ഓർത്തു വെച്ചിരിക്കണേ. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് അതേതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മംഗളവനമാണ് കേട്ടോ. മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രമാണ് കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ടുള്ളത്. അതുപോലെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതെന്നോ? ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് മംഗളവനമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൽ വനങ്ങളാൽ നിറഞ്ഞ വന്യജീവി സങ്കേത കേന്ദ്രവും മംഗളവനമാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ
ചോദിച്ചാലും നിങ്ങൾക്ക് മംഗളവനം എഴുതാം. ഏറ്റവും ചെറുത് അല്ലെ. ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. ഏറ്റവും വലുത് തട്ടേക്കാട്, ഏറ്റവും ചെറുത് ഏതാണ്? മംഗളവനമാണ് അല്ലെ. തട്ടേക്കാട് വന്യജീവി സങ്കേത കേന്ദ്രം സലീം അലിയുടെ പേരിലല്ലേ. സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്താണ്? സലീം അലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം. ഒരു ദ ഫാൾ ഓഫ് സ്പാരോ ആരുടെയെന്ന് ചോദിച്ചിട്ടില്ലേ? കുരുവിയുടെ പതനം, തിരുവിതാംകൂറിലെ പക്ഷികൾ, ഇതൊക്കെ എഴുതിയത് സലീം അലിയ. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി എഴുതിയത് ആരാ? കേരളത്തിലെ പക്ഷികൾ അത് ആരുടെയെന്ന് ചോദിച്ചാൽ ഇന്ദുചൂടൻ അഥവാ KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ അഥവാ KK നീലകണ്ഠൻ കേരളത്തിലെ പക്ഷികൾ എഴുതിയത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ നമ്മുടെ ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രത്തിന്റെ പേരും KK നീലകണ്ഠൻ പക്ഷി സങ്കേത കേന്ദ്രമല്ലേ? ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം മയിൽ വളർത്തലാണ് അല്ലെ. മയിൽ വളർത്തൽ കേന്ദ്രമല്ലേ ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം? മയിൽ വളർത്തൽ കേന്ദ്രമാണ്. ഈ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏതാ? ദേശാടന പക്ഷികളുടെ പറുദീസ അത് കടലുണ്ടിയ അല്ലെ. കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഏതാ? ബേക്കേഴ്സ് എസ്റ്റേറ്റ് അത് കുമരകമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് ഏതാണ്? കുമരകം. ഏത് കായലിലാണ് കുമരകം? വേമ്പനാട്ട് കായലിലാണ് കുമരകം എന്ന് വിളിക്കുന്നത്. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ പോകുന്നുണ്ട്? വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലൂടെ പോകുന്നുണ്ട്. വേമ്പനാട്ട് കായൽ 3 ജില്ലകൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ ആലപ്പുഴയിലുണ്ട്, പിന്നെ ഇത് കോട്ടയത്തുണ്ട്, പിന്നെ എറണാകുളത്തുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴയിലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് അല്ലെ. റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടില്ലേ? കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഇടം നേടിയ 3 കായൽ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ അല്ലെ. 2001 റാംസാർ പട്ടികയിൽ ഇടം നേടിയത് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഇനി പുതിയതായിട്ട് ഏത് കായലാണ് ഇടം നേടാൻ പോകുന്നത്? കവ്വായി കായൽ. കവ്വായി കായലാണ് പുതിയതായിട്ട് ഇടം നേടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വള്ളത്തോളും മുകുന്ദരാജയും. വള്ളത്തോളും മുകുന്ദരാജയും. എവിടെ ആസ്ഥാനം? തൃശ്ശൂര് ചെറുതുരുത്തി നഗർ അല്ലെ. തൃശ്ശൂര് ചെറുതുരുത്തിയിൽ വള്ളത്തോൾ നഗർ എന്നാണ് കേരള കലാമണ്ഡലം ഉണ്ട്. വള്ളത്തോളാണ് സ്ഥാപിച്ചത്. വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗം എന്നതാണ് കേട്ടോ. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാണ്? ചിത്രയോഗം. 2-3 കൃതികൾ പറഞ്ഞേ. വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം അല്ലെ, അച്ഛനും ബാപ്പയും, ഇന്ത്യയുടെ എന്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെയൊക്കെ പ്രശസ്ത സാഹിത്യ മഞ്ചരി, ഇതൊക്കെ വള്ളത്തോളിന്റെ പ്രശസ്ത കൃതികളാണ്. കേരള ടാഗോർ എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെ. കേരള ടാഗോർ, കേരള വാൽമീകി, മറന്നു വരുതേ. കേരള ടാഗോർ എന്നും കേരള വാൽമീകി എന്നും വിളിക്കുന്നത് ആരാടെ? വള്ളത്തോളിനെയാണ് അല്ലെ. വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗമാണ്. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളമാണ്. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം. കാക്കേ കാക്കേ കൂടവിടെ, പ്രാവേ പ്രാവേ പോകരുതേ. നമ്മുടെ ഇത് എഴുതിയത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ഉള്ളൂരല്ലേ? ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ആരെന്ന് ചോദിച്ചാലും ഉള്ളൂര്. 1936 നവംബർ 12 അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷമാണ്? 1936 നവംബർ 12. 36 നമ്മുടെ AKGയുടെ പട്ടിണി ജാഥ ആണ്. AKGയുടെ പട്ടിണി ജാഥയും 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ആദ്യമായി കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ വ്യക്തി AKG ആണ്. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG ആണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി, അതുപോലെ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി AKG അല്ലയോടെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും AKG. എന്റെ ജീവിതകഥ, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഏതായിരുന്നത്? എന്റെ ജീവിതകഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചിരിക്കണം. ആരുടെ? AKGയുടെ ആത്മകഥയുടെ പേര് എന്റെ ജീവിതകഥ. അപ്പൊ കേരള കലാമണ്ഡലം 30-ലാണ് വരുന്നത്. 30-ലാണ് ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുന്നത്. മറന്നു വരുന്നത് കേട്ടോ. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയ വർഷം എന്താണ്? 1930. നടന്നതും വിജയും ഉറൂഗയാണ്. ലോകത്ത് ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയത് ഉറൂഗയിൽ വെച്ചാണ്. അന്നത്തെ വിജയി ആരാടെ? ഉറൂഗയാണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഫുട്ബോൾ ബ്രസീലിനാണ് കഴിച്ചത്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഫുട്ബോൾ ബ്രസീൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ ആർക്കാ കിട്ടിയത്? അർജന്റീനയ്ക്കായിരുന്നു അല്ലെ. ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയത്. അപ്പൊ 30-ലാണ് ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയത്. ലോകകപ്പ് ക്രിക്കറ്റ് തുടങ്ങിയത് ഏത് വർഷമാണ്? ക്രിക്കറ്റ് 75-ലാണ്. ലോകകപ്പ് ക്രിക്കറ്റ് തുടങ്ങിയ വർഷം എന്നാണ്? 75-ൽ. വെസ്റ്റ് ഇൻഡീസ് ആണ് ആദ്യത്തെ വിജയി കേട്ടോ. ലോകകപ്പ് ക്രിക്കറ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയി ആരായിരുന്നത്? വെസ്റ്റ് ഇൻഡീസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയി. അല്ല, ആദ്യത്തെ വിജയി ആയിരുന്നു ചോദിച്ചാൽ 1975-ല് വെസ്റ്റ് ഇൻഡീസ് ആണ്. അത് നോക്കണേ. അപ്പൊ 30-ൽ ലോകകപ്പ് ഫുട്ബോൾ. 30-ലല്ലേ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത്? കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30-ൽ. നല്ലൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. കുറച്ച് സംഘടനകൾ പറയാം. നിങ്ങൾ അതിന്റെ ആസ്ഥാനം ഏതാന്ന് പറയണേ. കഴിഞ്ഞ പ്രിലിംസിനൊക്കെ അത് ചോദിച്ചു. ഒന്ന് മനസ്സിലേക്ക് ആസ്ഥാനം വരുന്നു നോക്കെ. കോമൺവെൽത്ത് സംഘടന
ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്ത് സംഘടന ലണ്ടനിലെ മാൾബറോ ഹൗസ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക്, ADB എന്നൊക്കെ ചോദിക്കും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് തെറ്റായിട്ട് ചോദിച്ചു. ADBയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനില. ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പൈൻസിലെ മനില. ASEAന്റെ ആസ്ഥാനം എവിടെയാണ്? ASEAN സൗത്ത് ഏഷ്യൻ, നമ്മുടെ ഏഷ്യൻ കൺട്രികളായ ASEAന്റെ ആസ്ഥാനം ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ASEAന്റെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാ? സാർക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കാഠ്മണ്ഡു. എവിടെയാണ് സാർക്കിന്റെ ആസ്ഥാനം? നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. എണ്ണ കമ്പനിയായ ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്നയാണ് കേട്ടോ. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ട്രിയയുടെ തലസ്ഥാനം. ആസ്ട്രേലിയയല്ല, ആസ്ട്രിയയിലെ വിയന്നയാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം. അതുപോലെ ലോകത്തിലെ ഒരു മനുഷ്യാവകാശ സംഘടനയുടെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത നാറ്റോയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കാം. നാറ്റോ ഇല്ലേ? നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോ ലോക പൈതൃക സംഘടന, കലാകായിക സംഘടന എന്നറിയപ്പെടുന്ന യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യുനെസ്കോ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. യുണിസെഫ് എവിടെയാണെന്നറിയാമോ? കുട്ടികളുടെ സംഘടനയായ യുണിസെഫിന്റെ ആസ്ഥാനം അത് ന്യൂയോർക്കാണ്. യുനെസ്കോ പാരീസും യുണിസെഫ് എവിടെയാണ്? ന്യൂയോർക്കുമാണ്. ഓക്കെ, ന്യൂയോർക്കുമാണ്. അത് നല്ലൊരു ചോദ്യം. ഈ ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? ലോക ബാങ്ക് വാഷിംഗ്ടൺ DC. ലോക ബാങ്കും IMF ഇല്ലേ? ലോക ബാങ്കും IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ് കേട്ടോ. ലോക ബാങ്കിനെയും IMFനെയും കൂടെ ചേർത്താണ് ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലോക ബാങ്കിനെയും IMFനെയും ചേർന്ന്. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് IBRD എന്ന് വിളിക്കാറില്ലേ? IBRD ലോക ബാങ്കിന്റെ മറ്റൊരു പേര്. അപ്പം ലോക ബാങ്കിനെയും IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. അതുപോലെ വേറൊരു നല്ലൊരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാമോ? UNOയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. സിമ്പിൾ ചോദ്യം അല്ലേ? UNOയ്ക്ക് മുമ്പുള്ള ഒരു സംഘടനയല്ലേ സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ്? അതിന്റെ ആസ്ഥാനം ജനീവയാണ്. അപ്പൊ UNOയുടെ മുമ്പ് വന്ന സംഘടന സർവ്വരാജ്യ സഖ്യമാണ്. അതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനവും നാറ്റോയുടെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രിക്സിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി എന്നൊക്കെ പറയാറില്ലേ? ബ്രിക്സ് ചൈനയിലെ ഷാങ്ഹായി. അപ്പം നാറ്റോ ചിലപ്പോൾ നിങ്ങൾക്ക് കയറി വരാം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ASEAന്റെ ആസ്ഥാനം ജക്കാർത്ത. അതുപോലെ ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ആംസ്റ്റർഡാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. IUCNന്റെ ആസ്ഥാനം എവിടെ? പരിസ്ഥിതി സംഘടനയല്ലേ? IUCN, WWF ഇതിന്റെയൊക്കെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ് അല്ലെ? സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്കടുത്ത് ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പരിസ്ഥിതി സംഘടനയായ IUCN, WWF ഇതിന്റെയൊക്കെ ആസ്ഥാനം ഗ്ലാൻഡിലാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ചിപ്കോ പ്രസ്ഥാനത്തെയാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആരാണ്? ചിപ്കോ പ്രസ്ഥാനം. ആരാ കൊണ്ടുവന്ന ചിപ്കോ പ്രസ്ഥാനം? സുന്ദർലാൽ ബെഗുഗുണ അല്ലെ? സുന്ദർലാൽ ബെഗുഗുണ ഹിമാലയം മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിൽ സ്ഥാപിച്ചതല്ലേ ചിപ്കോ പ്രസ്ഥാനം. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിൽ, സുന്ദർലാൽ ബെഗുഗുണ. അതിനെ തുടർന്ന് വന്നതല്ലേ കർണാടകയിൽ ഒരു അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാന മോഡലിൽ കർണാടകയിൽ വന്നത് ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. അതാരാണെന്നത്? പാണ്ഡുരംഗ ഹെഡ്ഗെ കേട്ടോ. അപ്പിക്കോ പ്രസ്ഥാനം എവിടെയാണ് വന്നത്? അപ്പിക്കോ പ്രസ്ഥാനം വന്നത് കർണാടകയിൽ, പാണ്ഡുരംഗ ഹെഡ്ഗെ. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലും അപ്പിക്കോ പ്രസ്ഥാനം എവിടെയാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെ കർണാടകയിലാണ് കൊണ്ടുവരുന്നത്. ഗുജറാത്തിലാണ് വനമഹോത്സവം ആരംഭിച്ചത്. ആരാ വനമഹോത്സവം ആരംഭിച്ചത്? KM മുൻഷി അല്ലിയുടെ വനമഹോത്സവം ആരംഭിച്ചത്. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അതാരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ? 1901 വന്ന ശാന്തി നികേതനാണ്
ആണ് 21 എന്തായിട്ട് മാറുന്നത്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഏത് സംസ്ഥാനത്താ വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ ശാന്തി നികേതൻ ഏത് സംസ്ഥാനത്താ? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്നത്. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ബീഹാറിനാണ്. ജനസാന്ദ്രത ഇന്ത്യയിലെ ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ. രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ. മൂന്നാം സ്ഥാനത്താണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കേരളം പറയുന്നത്. ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് ബീഹാർ, രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, മൂന്നാം സ്ഥാനത്ത് ആരാണ്? ബീഹാറാണ്. മൂന്നാം സ്ഥാനത്ത് കേരളമാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഈ സപ്ത സഹോദരിമാർ എന്ന് കേട്ടിട്ടില്ലേ? ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സപ്ത സഹോദരിമാർ. അതിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലുതുവരാണ് അരുണാചൽ പ്രദേശാണ്. ഏറ്റവും ചെറുത് ത്രിപുരയാണ് കേട്ടോ. സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഇതുവരെയും സപ്ത സഹോദരിയിൽ ഉൾപ്പെടാത്തത് സിക്കിംകാരാണ്. സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതെന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി എവിടാന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണ്? അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ അധികാര പരിധി പങ്കിടുന്ന ഹൈക്കോടതി ഗുവാഹത്തിയ. 4 സംസ്ഥാനങ്ങളുമായിട്ടുണ്ടേ കേട്ടോ. ഏറ്റവും കൂടുതൽ അധികാര പരിധി ഉള്ളത് ഗുവാഹത്തിയാണ്. 4 സംസ്ഥാനങ്ങളുമായിട്ട്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ അലഹബാദ് ഹൈക്കോടതിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. നമ്മുടെ കേരള ഹൈക്കോടതി ഏത് കേന്ദ്രഭരണ പ്രദേശവും കൂടെ അധികാരമുണ്ട്? കേരള ഹൈക്കോടതിക്ക് ലക്ഷദ്വീപിന്റെ കൂടെ അധികാരമുണ്ട് അല്ലെ? ലക്ഷദ്വീപിന്റെ. ആൻഡമാൻ നിക്കോബാറിന്റെ ഹൈക്കോടതി എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിന്റെ ഹൈക്കോടതി അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കൊൽക്കത്ത ഹൈക്കോടതിയാണ് കേട്ടോ. ആദ്യമായി ഇന്ത്യയിൽ വന്ന ഹൈക്കോടതിയാണ് കൊൽക്കത്ത. ആൻഡമാൻ നിക്കോബാറിന്റെ ഹൈക്കോടതി എവിടെയാണ്? കൊൽക്കത്ത. ആൻഡമാൻ നിക്കോബാർ ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാർ ഏത് കടലിലാണ്? അത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലും. നമ്മുടെ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അറബിക്കടലിലുമാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയെന്ന് എത്ര ദ്വീപുകളുണ്ട് ലക്ഷദ്വീപില്? ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണ് ഉള്ളത് അല്ലേ? ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളാണ്. ഏറ്റവും വലിയ ദ്വീപ് ഏതാ? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ ലക്ഷദ്വീപില്? വിത്ര. വിത്രയാണ് ഏറ്റവും ചെറിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപും തലസ്ഥാനവും ഒക്കെ ചോദിച്ചാൽ കവരത്തിയാ പറയട്ടെ. ലക്ഷദ്വീപിന്റെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപും ഏറ്റവും തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കവരത്തി. നമ്മൾ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനത്തിന്റെ പേര് മാറിയായിരുന്നു അല്ലെ? ശ്രീ വിജയപുരം കേട്ടോ. നേരത്തെ നമ്മൾ ആൻഡമാൻ നിക്കോബാറിനെ പോർട്ട് ബ്ലെയർ എന്നല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തലസ്ഥാന നഗരത്തിന്റെ പേരെന്താണ്? ശ്രീ വിജയപുരം എന്നാണ് ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനത്തിന് പറയുന്ന പേര്. ഓർത്തു വെച്ചിരിക്കണേ. 572 ആണ് ആൻഡമാൻ നിക്കോബാറിന്റെ ദ്വീപുകളുടെ എണ്ണം. 572. ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. കേരള സാഹിത്യ അക്കാദമിയുടെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂര്. ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം തൃശ്ശൂരാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ അല്ലേ? പീച്ചി അല്ലേ? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. പീച്ചി അണക്കെട്ടിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ വന്ന ആദ്യത്തെ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പീച്ചി അണക്കെട്ടാണ്. ഇക്കണ്ട വാര്യറാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇക്കണ്ട വാര്യറാണ് പീച്ചി അണക്കെട്ട് കൊണ്ടുവന്നത്. ഇക്കണ്ട വാര്യർ എവിടെ പഠിച്ചിട്ടുള്ളത്? ഇക്കണ്ട വാര്യരെ നമ്മുടെ തൃശ്ശൂർ നടന്ന ഒരു സമരം ഉണ്ടല്ലോ, വൈദ്യുത സമരം. 1936 നടന്ന വൈദ്യുത സമരത്തിന്റെ നേതാവ് ഇക്കണ്ട വാര്യരാണ് കേട്ടോ. തൃശ്ശൂർ നടന്ന സമരമല്ലയുടെ വൈദ്യുത സമരം 36. അതിന്റെ നേതാവ് ഇക്കണ്ട വാര്യറാണ്. പീച്ചി അണക്കെട്ടിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും ഇക്കണ്ട വാര്യർ. അപ്പൊ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി. ഏറ്റവും വലുത് കല്ലടയും ആദ്യത്തത് പീച്ചിയാണ്. വൈദ്യുത പദ്ധതി പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. വലുത് ചോദിച്ചാൽ ഇടുക്കിയാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് അല്ലെ? 1940 ചിത്തിര തിരുനാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940 ചിത്തിര തിരുനാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ? അത് നല്ലൊരു പോയിന്റ് അവിടെ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഈ മുതിരമ്പുഴ നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ്
ചിത്തിര തിരുനാൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. രണ്ടാമത്തെയും അവിടെ തന്നെ മുതിരമ്പുഴയില, ഇടുക്കിയിലെ ഏതാ, ചെങ്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം. അപ്പൊ വലുത് ഏതാണ്? വലുത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇടുക്കി. രണ്ടാമത്തെ വലുത് ഏതാണെന്നറിയാമോ? കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി അതേതെന്ന് ചോദിച്ചാൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. പമ്പയിലെയും കക്കിയിലെയും ജലമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പമ്പയിലെയും കക്കിയിലെ ജലം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. സീറോ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് പത്തനംതിട്ട കേട്ടോ. സീറോ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട. സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല ഏതാ? കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം കൂടുതൽ കണ്ണൂർ ജില്ലയാണ് അല്ലെ. സ്ത്രീ പുരുഷാനുപാതം കൂടുതൽ കണ്ണൂര്. ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂരല്ലേ ആണ്. ഭൂരഹിതരില്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ കണ്ണൂരല്ലയുടെ ആദ്യമായി പത്രം വന്നത്, കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം വന്നത് രാജ്യസമാചാരവും പശ്ചിമോദയം. ആദ്യത്തെ രണ്ടാമത്തെയും പത്രം വന്നത് കണ്ണൂർ ജില്ലയിലെ ആണ്, തലശ്ശേരിയിലെ. കണ്ണൂര് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ ഹെർമൻ ഗുണ്ടർട്ട് അല്ലെ ആദ്യത്തെ പത്രവും രണ്ടാമത്തെ പത്രവും. എന്നാ രാജ്യസമാചാരം വന്ന വർഷം? ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഓർമ്മിപ്പിച്ചങ്ങ് വിടുന്നേ ഉള്ളേ. രാജ്യസമാചാരം വന്ന വർഷം എന്നാണ്? 1847. 1847 രാജ്യസമാചാരം രണ്ടും വന്നത്. പശ്ചിമോദയം വന്നത് 1847. അപ്പൊ ആദ്യ പത്രവും രണ്ടാമത്തെ പത്രവും വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. 3 സീകളുടെ നഗരം തലശ്ശേരിയല്ലേ? ആണ്. 3 സീകളുടെ നഗരം ഏതെന്ന് ചോദിച്ചാലും തലശ്ശേരി. ജീവിച്ചിരിക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വന്നത് എവിടെയെന്ന് ചോദിച്ചാലും തലശ്ശേരിയല്ലേ നമ്മൾ പറയുന്നത്. ജീവിച്ചിരിക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വന്ന ജില്ല ഏതാണ്? കണ്ണൂര് തലശ്ശേരിയിലാണ് അത് വരുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആദ്യമായിട്ട്, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യത്തെ തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയ. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരെന്ന് ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടർട്ടും, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? അതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരുടെയായിരുന്നു? വ്യാകരണ ഗ്രന്ഥം ആരുടെയാ? അർണോസ് പാതിരി അല്ലെ. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരുടെയായിരുന്നു? വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യത്തെ മലയാളം നിഘണ്ടു തയ്യാറാക്കിയ ആളാണ് അർണോസ് പാതിരി വരുന്നത് കേട്ടോ. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരുടെ? ഏഞ്ചലോസ് ഫ്രാൻസിസും ആദ്യത്തെ മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓക്കെ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അതെവിടെയെന്ന് ചോദിച്ചാൽ മലബാറിലാണ് പറയേണ്ടത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വന്നത് എവിടെയാണ്? മലബാറിൽ. അതുപോലെ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നത് തിരുവിതാംകൂറിലാണ് അല്ലെ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലല്ലേ. ചർച്ച് മിഷൻ സൊസൈറ്റി എവിടെയാ? ചർച്ച് മിഷൻ സൊസൈറ്റി അത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി വന്നത് അല്ലെ. എന്നാണ് തിരുക്കൊച്ചി സംയോജനം? തിരുക്കൊച്ചി സംയോജനം എന്നാ? 1949 ജൂലൈ 1 കേട്ടോ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം വന്നത്. തിരുവനന്തപുരം ജില്ല വന്നതും അതേ ഡേറ്റ. കൊല്ലം ജില്ല വന്നു, കോട്ടയം ജില്ല വന്നു, തൃശ്ശൂർ ജില്ല വന്നു. കൊല്ലവും കോട്ടയവും തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ വന്നത് 1949 ജൂലൈ 1. ഏറ്റവും ഇമ്പോർട്ടന്റ് തിരുക്കൊച്ചി സംയോജനം. തിരുക്കൊച്ചി സംയോജനം ഏത് വർഷമാണ്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ കേരള സംഗീത സാഹിത്യ അക്കാദമി വന്ന വർഷം എന്നാണ്? കേരള സാഹിത്യ അക്കാദമി വന്നത് 1956. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. സെക്രട്ടറി പാലാ നാരായണൻ നായർ കേട്ടോ. കേരളം വളരുന്നു എന്ന പ്രശസ്ത കൃതി പാലാ നാരായണൻ നായരുടെ. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വ്യക്തി പാലാ നാരായണൻ നായരാണ് കേട്ടോ. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? പാലാ നാരായണൻ നായരാണ്. അടുത്ത ചോദ്യം നോക്കേ. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ചോദിക്കാറില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ. ഏതായിരുന്നു? പയ്യന്നൂർ സമ്മേളനം. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞത് ഏതാണ്? പയ്യന്നൂർ സമ്മേളനം. നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ആരാ പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നാഗ്പൂർ സമ്മേളനം എന്താണ്? നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചത്. 1920 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചത് ഏത് സമ്മേളനമാണ്? 20 നാഗ്പൂർ സമ്മേളനം. വിജയരാഘവാചാര്യാണ്. തൃശൂർ സമ്മേളനം കേട്ടിട്ടുണ്ടല്ലോ. ഏതാണ്? ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 1947 ആദ്യത്തെ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരാണ്. കേളപ്പൻ. അതൊക്കെ തെറ്റരുതേ. ആദ്യ ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? കേളപ്പനാണ് ആദ്യ ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. എവിടെ വെച്ചാണ് നടന്നത്? തൃശ്ശൂരിൽ വെച്ചാണ്. ആലുവ സമ്മേളനം എന്താ? ആലുവ സമ്മേളനം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആദ്യ ഐക്യ കേരള കൺവെൻഷൻ
കൺവെൻഷൻ നടന്നത് ആലുവയിലാണ്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആലുവയിലാണ്. നല്ലൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് വെച്ച്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 ഒറ്റപ്പാലത്ത്. നമ്മുടെ ബാരിസ്റ്റർ ടി പ്രകാശമാണ് ആ സമയത്തെ അധ്യക്ഷൻ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശം അല്ലെ. നമ്മുടെ ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ അല്ലേ? ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നതും ടി പ്രകാശത്തെയാണ്. ആന്ധ്ര കേസരി. അമരജീവി എന്ന് വിളിക്കുന്നത് പോറ്റി ശ്രീരാമലൂനിയ. ആന്ധ്ര കേസരി എന്ന് വിളിക്കുന്നത് ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ 1921 ആരായിരുന്നത്? ടി പ്രകാശമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാ? 1916 അല്ലെ. 16 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം. ആദ്യം ഒരു അധ്യക്ഷയല്ലായിരുന്നോ? ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നാണ്? ആനി ബസന്റ് ആണ്. 16 എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട്. അപ്പൊ ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലവും, ഇത് ചോദിച്ചാൽ പാലക്കാട് എന്നാ പറയണ്ടേ കേട്ടോ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? അത് പാലക്കാട് ജില്ലയിലായിരുന്നു അല്ലെ. അതുപോലെ ഈ അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം 1920 നടന്നത്. 20 മഞ്ചേരിയിൽ വെച്ചാണ്. ഒന്നാം കേരള മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ വെച്ചാണ്. മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമരങ്ങളുടെ 3 പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ സമ്മേളനമാണ് മഞ്ചേരി, തെറ്റിപ്പോരുത്. ആദ്യത്തത് പാലക്കാട് ആനി ബസന്റ്, അവസാനം നടന്നത് 20 മഞ്ചേരി. 3 പ്രത്യേകതകളുണ്ട്. 1 ഭരണപരിഷ്കാരം, 2 കുടിയാത്മ പ്രശ്നം, 3 ഖിലാഫത്ത്. ഭരണപരിഷ്കാരം, കുടിയാത്മ പ്രശ്നം, ഖിലാഫത്ത്, ഇത് 3 അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ. മറുതോരുതെ 3 ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അത് ഈ അടുത്ത് ഫസ്റ്റ് പ്രിലിംസിന് ഏതൊക്കെ വിഷയമാണ് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. കുടിയാത്മ പ്രശ്നം, ഭരണഘടനാ പരിഷ്കാരം, അതുപോലെ ഖിലാഫത്തിനെ കുറിച്ചായിരുന്നു അല്ലെ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം എന്നാ? ഗാന്ധിജി ആദ്യമായിട്ട് 1920 ആരായിരുന്നു കൂടെ വന്നിരുന്നത്? ആദ്യം വരുമ്പം ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരാ? ഷൗക്കത്ത് അലി അല്ലെ. ഖിലാഫത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് അലിയാണ് ഗാന്ധിജിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു ചോദ്യമായിരുന്നു. ഗാന്ധിജി വന്ന വർഷങ്ങളൊന്നും ഓർത്തേ. ഗാന്ധിജി വന്ന വർഷങ്ങൾ കേരളത്തിൽ വന്നത് 1920, 25, 27, 34, 37. 20, 25, 27, 34, 37. അവസാനം വന്നത് 37. ഒരു തീർത്ഥാടനം എന്ന പേരിലല്ലേ കേരളത്തിൽ ഗാന്ധിജി അവസാനമായിട്ട് വന്നത്? 36 പറഞ്ഞ കളയിൽ 37 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് 37. ആ വർഷമാണ് ഗാന്ധിജി അയ്യങ്കാളിയെ കാണുന്നത് കേട്ടോ. ഗാന്ധിജി അയ്യങ്കാളി കണ്ട വർഷം എന്നാണ്? 37 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 2ാമത്തെ വരവിലാണ്. 25 ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 25 അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയുടെ പേര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? 1887 ശിവക്ഷേത്രവും 88 ശിവപ്രതിഷ്ഠയും. 1887 ശിവക്ഷേത്രവും 88 എന്താണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുമാണ് വരുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ SNDP വന്നത് 1903 ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് അല്ലെ. സെക്രട്ടറി കുമാരനാശാനാണ്. ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണ് കേട്ടോ. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപു ആണ്. ആ ഒരു ഭാഗം നല്ലത്. ശ്രീനാരായണ ഗുരുവിന്റെ 2-3 കൃതികൾ പറഞ്ഞേ. ആത്മോപദേശ ശതകം, ജാതിമീമാംസ, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതിമീമാംസ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ആരുടെയാണ്? നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന്റെ. പ്രാചീന മലയാളം, അതുപോലെ ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് കേട്ടോ. രത്നമണികൾ ആരുടെ കൃതിയാണെന്നറിയാമോ? രത്നമണികൾ പൊയ്കയിൽ യോഹന്നാന്റെ ആണ് രത്നമണികൾ കേട്ടോ. അതുപോലെ ഉദ്യാന വിരുന്ന്, സ്വോത്രമന്താരം, ജാതിക്കുമ്മി, ഇതൊക്കെ ആരുടെയാണെന്നറിയാമോ? ഉദ്യാന വിരുന്ന്, സ്വോത്രമന്താരം, ജാതിക്കുമ്മിയൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട പണ്ഡിറ്റ് കറുപ്പന്റെയാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. നല്ലൊരു ചോദ്യമായിരുന്നു. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം തെറ്റിപ്പോരുത്. അതുപോലെ താഴെ പറയുന്ന നവോത്ഥാന സംഘടനകളിൽ തെറ്റായത് ഏതെന്ന് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതേ തന്നിട്ടുള്ളൂ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ശരിയാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥൻ.
ആനന്ദൻ. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. ശരിയാണ്, ശുഭാനന്ദ ഗുരുദേവൻ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയല്ലേടെ. ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിളിച്ച ആരെയാണെന്ന് അറിയാമോ? അയ്യത്താൻ ഗോപാലനെയാണ്. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിളിച്ചത് ആരെയുടെ? അയ്യത്താൻ ഗോപാലനെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ എവിടെയാണ് വന്നത്? കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ അത് കോഴിക്കോട്. ആര്യ സമാജത്തിന്റെ ശാഖ വരുന്നത് എവിടാണ്? അത് പാലക്കാടാണ്. ബ്രഹ്മസമാജത്തിൻ്റെത് കോഴിക്കോടും ആര്യ സമാജത്തിൻ്റെത് എവിടാണ്? പാലക്കാടുമാണ് വരുന്നത്. അപ്പൊ ആനന്ദ മഹാസഭ ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അപ്പൊ വാക്പടാനന്ദന്റെ ഏത് സംഘടനയാണ്? ആത്മവിദ്യാ സംഘം അല്ലെ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്പടാനന്ദനാണ് 1917. കണ്ണൂര് പാട്യം ഗ്രാമത്തിലാണ് വാക്പടാനന്ദൻ കഴിച്ചത്. കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ അല്ലെ. പേര് കൊടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. കുഞ്ഞിക്കണ്ണന് വാക്പടാനന്ദൻ എന്ന പേര് കൊടുത്തത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. പിന്നെ എവിടെ പഠിച്ചേ? ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് ഡോക്ടർ പൽപ്പു അല്ലേ. 1896 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആണ് ശ്രീമൂല തിരുനാളിന് കൊടുക്കുന്നത്. 2 ഈഴവ മെമ്മോറിയൽ ഇല്ലേ? 1900 ഒരു ഈഴവ മെമ്മോറിയൽ ഉണ്ടേ അല്ലേ. അത് കട്സൺ പ്രഭുവിനാ കൊടുക്കുന്നത് അല്ലേ. ഡോക്ടർ പൽപ്പു കട്സൺ പ്രഭുവിന്, അന്ന് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കട്സൺ പ്രഭു, 1900 കട്സൺ പ്രഭുവിന് കൊടുക്കുന്നു. 1896 ശ്രീമൂലം തിരുനാളിനാണ് ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ആരാ? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ്. പെട്ടെന്ന് ആ നവോത്ഥാന സംഘടനകൾ സ്ഥാപകരൊന്ന് പറയാമോ? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, SNDP ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ, CMI സഭ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അല്ലെ. ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സഹോദര സംഘവും മിശ്രഭോജനവും സഹോദരൻ അയ്യപ്പൻ. NSS മന്നത്ത് പത്മനാഭൻ. NSS മന്നത്ത് പത്മനാഭൻ. ആത്മവിദ്യാ സംഘം വാക്പടാനന്ദൻ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ആത്മബോധോദയ സഭ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ അതായിരുന്നു വെച്ചാൽ ഡോക്ടർ പൽപ്പു. സ്വാഭിമാന പ്രസ്ഥാനം ആരുടെയാ? സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് EV രാമസ്വാമി നായ്ക്കരുടെയാണ് കേട്ടോ. EV രാമൻ. ആര്യ സമാജം ആരുടെ? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം. ശുദ്ധി പ്രസ്ഥാനവും അവരുടെ തന്നെ കേട്ടോ. ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജവും ആത്മീയ സഭയും രാജാറാം മോഹൻ റോയുടേത് അല്ലെ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആരുടെ? ആത്മാറാം പാണ്ഡുരംഗ്. അതുപോലെ നമ്മുടെ പൂന സാർവജനിക് സഭ MG റാനഡെ. പൂന സാർവജനിക് സഭ ആരുടെയുടെ? MG റാനഡയുടെ. അതുപോലെ നമ്മുടെ സത്യശോധക സമാജ് ജ്യോതി റാവു ഫുലെ. ജ്യോതി റാവു ഫുലെയാണ് സത്യശോധക സമാജ്. ഗുലാംഗിരി ആരുടെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഗുലാംഗിരി സത്യശോധക സമാജ് ജ്യോതി റാവു ഫുലെയുടെയാണ്. അതുപോലെ ഗുലാംഗിരി ഒരു കൃതിയുടെ പേരായിരുന്നു കേട്ടോ. അതുപോലെ ഹിതകാരിണി സമാജം ചോദിച്ചിട്ടില്ലേ? ഹിതകാരിണി സമാജം വീരേശലിംഗം. ഹിതകാരിണി സമാജം ആരുടെയുടെ? വീരേശലിംഗം. അഭിനവ ഭാരത് ആരുടെ? അഭിനവ ഭാരത് VD സവർക്കർ. അഭിനവ ഭാരത് ആരുടെ? VD സവർക്കർ. ഗദ്ദാർ പാർട്ടി ആരുടെ? ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ലാലാ ഹർദയാൽ ആണ് ഗദ്ദാർ പാർട്ടി കൊണ്ടുവരുന്നത്. അതുപോലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഹോം റൂൾ പ്രസ്ഥാനം ആരുടെയാ? ഹോം റൂൾ പ്രസ്ഥാനം പൂനെയിൽ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനും അടയാറിൽ സ്ഥാപിച്ചത് ആനി ബസന്റും ആണ്. അടയാറിൽ സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റും ആണ് ഹോം റൂൾ പ്രസ്ഥാനം. സ്വരാജ് പാർട്ടി ആരുടെ? സ്വരാജ് പാർട്ടി അത് നമ്മളെ CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടി ആരുടെ? CR ദാസും മോത്തിലാൽ നെഹ്റു. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് പ്രധാനപ്പെട്ട സംഘടനകളായിരുന്നു. ആനന്ദ്. താഴെ പറയുന്ന പോഷക നദികളിൽ തെറ്റായത് ഏതെന്ന് അതൊന്ന് പഠിച്ചു വെക്കണേ. പോഷക നദികളിൽ തെറ്റായത് ഏത്? നമുക്കതൊന്ന് നോക്കാം. പോഷക നദികളിൽ തെറ്റ്. ആനർ ഗിർണ. ആനർ ഗിർണ ഇത് താപ്തി നദിയുടെ പോഷക നദിയാണെന്ന്. ശരിയാണോ? അവിടെ ആണ്. താപ്തി നദിയുടെ പോഷക നദിയാണ് ആനർ ഗിർണ. അറബിക്കടലിലാണ് താപ്തി പതിക്കുന്നത്. നർമ്മദയും താപ്തിയും പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് നർമ്മദയും താപ്തിയും പതിക്കുന്നത്. ആനർ ഗിർണ താപ്തി നദിയുടെ. കക്രപ്പാറ പദ്ധതി താപ്തി നദിയിലാണ്. കക്രപ്പാറ പദ്ധതി, ഉക്കായി പദ്ധതിയൊക്കെ താപ്തി നദിയിലാണ് അല്ലെ. കക്രപ്പാറ അണക്കെട്ടുകൾ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചായിരുന്നു. കക്രപ്പാറ അണക്കെട്ട് ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ് അല്ലെ. കക്രപ്പാറ
എവിടെയാണ്? കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കോട്ടയം റാവത്ത്പട്ടു എവിടെ? കോട്ടയം റാവത്ത്പട്ടും അത് രാജസ്ഥാനാണ്. താരാപൂർ ജയ്താപൂർ എവിടെ? താരാപൂറും ജയ്താപൂറും മഹാരാഷ്ട്രയിലാണ് അല്ലെ. അതുപോലെ കൂടംകുളം, കൽപ്പാക്കം ഇതൊക്കെ എവിടെയാണ്? കൂടംകുളവും കൽപ്പാക്കവും ഒക്കെ തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പൊ കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കക്രപ്പാറ ഗുജറാത്ത്, കോട്ട റാവത്ത്പട്ട് രാജസ്ഥാൻ. അപ്പൊ ആനർ ഗിർണയൊക്കെ എവിടെയാണ്? താപ്തി. ഹിരൺ ബെഞ്ചൻ ഇതൊക്കെ എവിടെയാണ്? ഹിരൺ ബെഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാ? നർമ്മദാ നദിയുടെ പോഷക നദിയാണ് കേട്ടോ. നർമ്മദാ നദിയുടെ പോഷക നദി. നർമ്മദയുടെ ഏറ്റവും വലിയ പോഷക നദി താവയാണ്. നർമ്മദയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? താവ. ഭീമ തുംഗഭദ്ര ഏതാണ്? കാവേരിയാണോ? അല്ല, കൃഷ്ണ നദിയുടെയാ അല്ലെ. കൃഷ്ണ നദിയുടെയാണ് ഭീമ തുംഗഭദ്ര. കാവേരിയുടെ ഏതാ ഓർമ്മ വരുന്നത്? കബനി, അമരാവതി ഇതൊക്കെ അല്ലെ. കബനിയും അമരാവതിയും കാവേരിക്ക, ഭീമയും തുംഗഭദ്രയും കാവേരി നദിക്കാണ്. ഇന്ദ്രാവതി ശബരിയൊക്കെ ഗോദാവരി നദിയുടെ പോഷക നദിയാണ് കേട്ടോ. ഇന്ദ്രാവതി ശബരിയൊക്കെ ഏത് നദിയുടെ? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതിയും ശബരിയും. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഇനി ഇബ് ടെല്ലൊക്കെ ഏത് നദിയുടെ പോഷക നദിയാണ്? ഇബ് ടെല്ല് അത് നമ്മുടെ മഹാനദിയുടെ പോഷക നദിയാണ് കേട്ടോ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയാണ്? സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ. ഇന്ദിരാഗാന്ധി കനാലും സത്ലജ് നദിയിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ സത്ലജ് നദിയിലാണ്. തെഹരി അണക്കെട്ട് ഏത് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ ഭഗീരഥി നദി. തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിൽ ഭഗീരഥി നദി. നല്ലൊരു പോയിന്റ് ആയിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു മേഖലകൾ നല്ലോണം പഠിക്കുക. ഇത് ഉത്ഭവിക്കുന്നതും പതനസ്ഥാനം എവിടെ? സിന്ധു പതിക്കുന്നത് അറബിക്കടൽ, നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടൽ, ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരി, ഇങ്ങനെ ചോദിച്ചിട്ടില്ലേ? അതുപോലെ മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കൃഷ്ണ നദി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളില അല്ലെ. പശ്ചിമ ബംഗാളില. കശുവണ്ടി ഏറ്റവും കൂടുതൽ എവിടെയാണ്? കശുവണ്ടി മഹാരാഷ്ട്രയില. കശുവണ്ടി ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയില. പരുത്തിത്തുണി മില്ലുകളൊക്കെ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. പരുത്തിത്തുണി മില്ലുകൾ. കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ്? കർണാടകയിലെ കാപ്പി അല്ലെ, ചന്ദനം, സ്വർണം, നമ്മുടെ സൂര്യകാന്തി, കുരുമുളക്. കാപ്പി, ചന്ദനം, സ്വർണം, കുരുമുളക്. ചോളം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചോളം കർണാടകയില. കുരുമുളക്, കാപ്പി, സ്വർണം കേട്ടോ, അതെല്ലാം കർണാടക. ചന്ദനം അത് മറന്നല്ലേ. കാപ്പിക്കുരു ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ കാപ്പിക്കുരു ഏതാണ്? സങ്കര ഇനം കാപ്പിക്കുരുവിന്റെ പേര് അറബിക്ക റോബസ്റ്റ. അറബിക്ക റോബസ്റ്റയൊക്കെ കാപ്പിക്കുരു. കാപ്പി കൃഷി ആദ്യമായി തുടങ്ങിയത് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാബുദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കാപ്പി കൃഷി ആദ്യമായി തുടങ്ങിയത് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാബുദാൻ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ എവിടെ? കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ വയനാട്. ഇന്ത്യയിൽ കാപ്പി ഏറ്റവും കൂടുതൽ എവിടെ? ഇന്ത്യയിൽ കാപ്പി ഏറ്റവും കൂടുതൽ കർണാടകയിലാണ്. മറന്നുപോരുത്, കർണാടകയിൽ. ആസാമിൽ എന്താണ്? ആസാമിൽ തേയില അല്ലെ. തേയില ടി എന്ന ആകൃതി നോക്കുമ്പോഴേ തേയിലയാണ്. ഓർത്തു നോക്കുക, ടി ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. തേയില ഏറ്റവും കൂടുതൽ എവിടെയാണ്? ആസാമിലാണ് തേയില ഏറ്റവും കൂടുതൽ. കർണാടകയിൽ കാപ്പി ഏറ്റവും കൂടുതൽ കേട്ടോ. ഇന്ത്യയിലെ എനിക്കൊന്ന് 3/2 കാപ്പിയും കർണാടകയിലാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ. ചണം എവിടെ ആയിരുന്നത്? ചണം പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടും പശ്ചിമ ബംഗാളിലാണ് ചണം. പരുത്തിയൊക്കെ എവിടെയാണ്? പരുത്തി ഗുജറാത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗുജറാത്ത്. ഗോതമ്പ് എവിടെ? ഗോതമ്പ് ഉത്തർപ്രദേശ്. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര. ഗോതമ്പും കരിമ്പും പഞ്ചസാരയൊക്കെ ഉത്തർപ്രദേശ് പറയണം കേട്ടോ. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാരയൊക്കെ എവിടെ പറയണം? അവിടെ ഉത്തർപ്രദേശ് പറയണം. ബാർലി ഇതൊക്കെ ഉത്തർപ്രദേശ് പറയാം. ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഗോമതിയാണ്. ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗോമതി നദിയാണ് ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം ആ ഒരു മേഖലകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നല്ല കുറേ പോയിന്റുകൾ ഉള്ളതാണ്. അടുത്ത നോക്കേ. മുട്ടയുടെ പുറന്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏതാണ്? മുട്ടയുടെ പുറന്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിലൊക്കെ ഏറ്റവും പ്രധാനം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. മുട്ടയുടെ പുറന്തോട്, ചോക്ക്, മാർബിള്, ചുണ്ണാമ്പ് കല്ല് അതും വേണമെങ്കിൽ പറയാം കേട്ടോ. ചുണ്ണാമ്പ് കല്ല് അതൊക്കെ ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് വെള്ളം എന്ന് ചോദിച്ചാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ മതി. ചുണ്ണാമ്പ് വെള്ളം ഏതാണ്?
കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജിപ്സം ഏതാണ്? ജിപ്സം കാൽസ്യം സൾഫേറ്റ്. ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾക്ക് കാൽസ്യം സൾഫേറ്റ് പറയാം കേട്ടോ. അപ്പൊ ചുണ്ണാമ്പുകളിൽ കല്ല് കാൽസ്യം കാർബണേറ്റ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ് ഏതാണ്? ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കാൽസ്യം ഫ്ലോറൈഡ് ചോദിച്ചിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റിലൊക്കെ പ്രധാന ഘടകം ഏതെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കാൽസ്യം ഫ്ലോറൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എല്ലുകളിലും പല്ലുകൾക്കും ആവശ്യമായത് കാൽസ്യം അല്ലേ? കാൽസ്യമാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ മുട്ടയുടെ പുറന്തോട്, ചോക്ക്, മാർബിള്, കക്ക, ചിപ്പി, ഇതൊക്കെ നമുക്ക് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത്. അപ്പക്കാരോ അലക്കുകാരോ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ് കേട്ടോ. അലക്കുകാരം സോഡിയം കാർബണേറ്റും അപ്പക്കാരം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. നവസാരം എന്താണ്? നവസാരം അമോണിയം ക്ലോറൈഡ് കേട്ടോ. നവസാരം എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ് നവസാരം. തുരിശ് എന്താ? തുരിശ് കോപ്പർ സൾഫേറ്റ്. തുരിശ് എന്ന് വിളിക്കുന്നത് എന്തിനാണ്? കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന കല ഏതെന്ന്? പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. സ്നായുക്കൾ എന്ന് പറയുന്ന ഏതാണ്? പേശികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്നത് അല്ലേ? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്നത് സ്നായുക്കളും, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ് അല്ലേ? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാ? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല യോജക കലയാണ്. നാഡീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കല നാഡീകല. പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നാഡീകലയാണ്. അപ്പൊ ടെൻഡനും സ്നായുക്കളും എപ്പോഴും തെറ്റിപ്പോകും. അതെന്താ പറയേണ്ടത്? പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളും, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്നത് സ്നായുക്കളുമാണ്. ഓർത്തു വെച്ചിരിക്കണേ. പേശികളെ കുറിച്ചുള്ള പഠനം ഏതായിരുന്നത്? പേശികളെ കുറിച്ചുള്ള പഠനം മയോളജിയാണ് അല്ലെ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനം അത് ഓസ്റ്റിയോളജിയാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയും, പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? പേശികളെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മയോളജിയാണ് അല്ലെ? ഓർത്ത് വെച്ചിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജിയാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓഫ്താൽമോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ് ചെവിയെ കുറിച്ചുള്ള പഠനം. ഒഡന്റോളജി പല്ലിനെ കുറിച്ചുള്ള പഠനം. ഒഡന്റോളജി പല്ല്. മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജിയാണ് മൂക്കിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ ഹൃദയം കാർഡിയോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാ? ഹെപ്പറ്റോളജി. അതുപോലെ വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാ? ഫ്രിനോളജി അല്ലേ? ഫ്രിനോളജി. ഏറ്റവും വലുത് കരളല്ലേ? ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. 1500 ഗ്രാം. കരളിന് എത്ര ഗ്രാം? 1500. 1400 വരുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാരമാണ്. 1400 ഏതാ? മസ്തിഷ്കത്തിന്റെ ഭാരമാണ്. ഈ മസ്തിഷ്കത്തിൽ വേദനാ സംഹാരികളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? വേദനാ സംഹാരികളെ നിയന്ത്രിക്കുന്നത് അത് തലാമസ് ആണ്. വേദനാ സംഹാരികളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? തലാമസ് ആണ്. അതുപോലെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി, ശരീര ഊഷ്മാവ്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഹൈപ്പോതലാമസ്. അതുപോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഇതൊക്കെ ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഒക്കെ ബന്ധപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ മെഡുല ഓബ്ലോങ്കേറ്റയാണ്. ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് മെഡുല ഓബ്ലോങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബുദ്ധി, ഭാവന, ചിന്ത, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ബുദ്ധി, ഭാവന, ചിന്ത അല്ലെങ്കിൽ ഐച്ഛിക പ്രവർത്തനം എന്ന് ചോദിച്ചാൽ സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനം ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഇതൊക്കെ മെഡുല ഓബ്ലോങ്കേറ്റയാണ്. ഓർത്തേ. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാ? യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ് അല്ലെ? യൂറിയ പുറന്തള്ളുന്നതോ? യൂറിയ ജലലവണങ്ങളൊക്കെ പുറന്തള്ളുന്നത് വൃക്കയിൽ വെച്ചാ. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്, യൂറിയ പുറന്തള്ളുന്നത് വൃക്കയിൽ വെച്ചാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം, ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമല്ലേ ഇലക്ട്രോൺ? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ അല്ലെ? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള ഘടന ഏതാണ്? അത് പ്രോട്ടോൺ ആണ്. പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ. അത് കണ്ടെത്തിയത് ആരാ? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമാണ്. അത് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ് അത് കണ്ടെത്തിയത്. ഈ പദാർത്ഥങ്ങൾ രണ്ട് തരമുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും.
സാധ്യം എന്ന് കണ്ടെത്തിയത് ഹംബ്രി ഡേവിയാണ്. ആരാണ്? ഹംബ്രി ഡേവി. ചലന നിയമം ആരുടെ? ചലന നിയമം അത് ഐസക് ന്യൂട്ടന്റെ ചലന നിയമം, ഭൂഗുരുത്വാകർഷണ നിയമം, അതുപോലെ കണികാ സിദ്ധാന്തം, പ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതൊക്കെ ആരുടെ? ഐസക് ന്യൂട്ടനാണ്. അപ്പൊ ചലന നിയമങ്ങൾ ആരുടെ ആയിരുന്നത്? ഐസക് ന്യൂട്ടന്റെയാണ് ചലന നിയമങ്ങൾ. മൂന്നാം ചലന നിയമം അല്ലേ റോക്കറ്റിന്റെ പ്രവർത്തന തത്വം. റോക്കറ്റിന്റെ പ്രവർത്തന തത്വം ഒരു തോക്ക് വെടിപൊട്ടുമ്പോൾ ബാക്കിലോട്ട് മാറുന്നത്, അതുപോലെ നമ്മുടെ വള്ളത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ വള്ളം തെന്നി നീങ്ങുന്നത്, ഇതൊക്കെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് അല്ലെ. ബലവും ജഡത്വമൊക്കെ ഒന്നാം ചലന നിയമത്തിൽ വരണം. ബലവും ജഡത്വമൊക്കെ ഒന്നാം ചലന നിയമത്തിലാണ്. വൈദ്യുതിയുടെ പിതാവ് ആരാടെ? വൈദ്യുതിയുടെ പിതാവ് മൈക്കിൾ ഫാരഡെയാ. വൈദ്യുത വിശ്ലേഷണ നിയമം ഒക്കെ കൊണ്ടുവന്നത് മൈക്കിൾ ഫാരഡെ അല്ലേ. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാടെ? എക്സ്റേ കണ്ടുപിടിച്ചത് റോങ്ചൻ ആണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാടെ? റോങ്ചൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുവഴി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? ഫ്ലൂറിനാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളിലെ ഐസോബാറുകൾ. ഒരേ മാസ് വന്നാൽ ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഐസോബാർ. പക്ഷേ ഒരേ അറ്റോമിക നമ്പർ വരുന്നത് ഏതാ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്നത് ഐസോടോപ്പുകളാണ്. ഐസോടോപ്പുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഏതാ? ഐസോടോണുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയത് ഏതാണ്? ഐസോടോണുകളാണ്. ഒരേ എണ്ണം ന്യൂട്രോൺ. ഈ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? ആണവ നിലയങ്ങളിൽ ചോദിക്കുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാ? കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14. ഈ സസ്യങ്ങളുടെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഫോസ്ഫറസ് 31 ആണ്. സസ്യങ്ങളുടെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഏതാ? ഫോസ്ഫറസ് 31. ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കൊബാൾട്ട് 60. അതുപോലെ അയഡിൻ 131. കൊബാൾട്ട് 60ഉം അയഡിൻ 131. ഇനി നല്ലൊരു ചോദ്യം, എനിക്ക് ഒന്ന് നാളെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പ്. യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാണ്? യുറേനിയം 235. ദൈവകണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ദൈവകണം ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഹിഗ്സ് ബോസോൺ ആണ് ദൈവകണം എന്ന് വിളിക്കുന്നത്. മാസ് നമ്പർ എന്നറിയപ്പെടുന്നത് എന്തിന്റെയൊക്കെ ടോട്ടലാ? മാസ് നമ്പർ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടലിനെയാണ് മാസ് നമ്പർ എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രോട്ടോണിന്റെയും ന്യൂട്രോൺ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്ത് വിളിക്കാതെ? മാസ് നമ്പർ എന്ന് വിളിക്കാം. ഓർത്ത് വെച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ട്. പെൻസിൽ ലെഡ് ഗ്രാഫൈറ്റ് കേട്ടോ. പെൻസിൽ ലെഡ് നിർമ്മിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റൽ രൂപമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഗ്രാഫൈറ്റ് ആണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം എഴുതാൻ ഉപയോഗിക്കുന്നത് എന്നതാണ്. എഴുതാൻ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കാം. കാർബണിന്റെ ഒരു രൂപാന്തരം ഫുള്ളറീൻ. എന്താണെന്നറിയാമോ? പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന ഗോളീയ രൂപമാണ് കാർബണിന്റെ രൂപം. പഞ്ചഭുജാകൃതിയും ഷഡ്ഭുജാകൃതിയുമുള്ള വലയങ്ങളുള്ള ഏതാണ്? ഫുള്ളറീൻ. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പഠിച്ചേരെ. ഗ്രഫീൻ ചോദിക്കാം. ഷഡ്ഭുജാകൃതിയിലുള്ള കാർബണിന്റെ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികൾ. ഷഡ്ഭുജാകൃതിയിലുള്ള കാർബണിന്റെ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികൾ ഏതാണ്? ഗ്രഫീൻ എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപത്തിന്റെ പേരെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം ഡ്രൈ ഐസ്. ഏതായിരുന്നു? ഡ്രൈ ഐസ് ആണ്. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി വാട്ടർ നിങ്ങൾ കനജലം എന്ന് വിളിക്കത്തില്ലേ? എന്താണ് ഹെവി വാട്ടർ? അതേതെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഹെവി വാട്ടർ ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. D2O ആണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അതൊന്ന് ഓർത്ത് വെച്ച്. പിന്നെ നിങ്ങൾക്ക് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ നൈട്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് ഉണ്ടാകുന്ന വാതകമാണ് നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്നത് ഏതാണ്? നൈട്രിക് ഓക്സൈഡ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഏത് അന്തരീക്ഷ പാളിയില്ല? കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഭൂമിയുടെ ജീവനുള്ള മണ്ഡലം, ഹരിതഗ്രഹ പ്രഭാവം, കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് അല്ലേ? പക്ഷെ ഓസോൺ പാളിയും ജെറ്റ്
വിമാനങ്ങളൊക്കെ പോകുന്നത് എവിടെ? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളിയും ജെറ്റ് വിമാനങ്ങളൊക്കെ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ. എന്നാൽ ഓസോൺ ദിനം സെപ്റ്റംബർ 16 അല്ലെ? സെപ്റ്റംബർ 16. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ പാളി മിസോസ്ഫിയർ ആണ്. ഏറ്റവും താപനില കുറഞ്ഞത് മിസോസ്ഫിയറിലും അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? തെർമോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില തെർമോസ്ഫിയർ. ഏറ്റവും ഉയരത്തിലുള്ള അന്തരീക്ഷ പാളി ഏകദേശം 10,000 കിലോമീറ്റർ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് എക്സോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഏറ്റവും അവസാനത്തത് എക്സോസ്ഫിയർ ആണ്. ആ ഭാഗമൊക്കെ നോക്കാം. ഈ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാണ്? ക്ലോറിൻ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17 ആണ് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലയാണ്. പക്ഷെ ക്ലോറിൻ ഒരു മൂലകമാണെന്ന് കണ്ടെത്തിയത് ഹംബ്രി ഡേവിയാണ്. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലെ. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് പറഞ്ഞത് ആരാണ്? ഹംബ്രി ഡേവിയാണ്. ക്ലോറിന്റെ നിറം പച്ചയാണ് കേട്ടോ. പച്ച കലർന്ന മഞ്ഞയാണ് ക്ലോറിന്റെ നിറം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ക്ലോറിൻ ആണ് ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം. ഈ സൂര്യനിലെ നക്ഷത്രങ്ങളിലേക്ക് പ്രധാന ഘടകം ഏതാണ്? സൂര്യനിലെ നക്ഷത്രങ്ങളിലേക്ക് പ്രധാന ഘടകം ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തമാണ് ജലം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. എന്താ അർത്ഥം? ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ്. ഓക്സിജൻ എന്ന വാക്കിനർത്ഥം എന്താ? ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് എന്നതാണ് കേട്ടോ. ഈ അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. അതുപോലെ ഈ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കുന്നതും ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലും ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. 2ാം സ്ഥാനത്ത് ഓക്സിജൻ, 3ാം സ്ഥാനത്ത് ആർഗൺ, 4ാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. 1 ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ 1 നൈട്രജൻ, 2 ഓക്സിജൻ, 3 ആർഗൺ, 4 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ, നല്ലൊരു പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയുപ്പിന്റെ രാസനാമം എന്താന്ന് ചോദിക്കാം. കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ് അല്ലെ? ഇന്ദുപ്പ് കേട്ടിട്ടുണ്ടോ? ഇന്ദുപ്പിന്റെ രാസനാമം, ഇതൊക്കെ സ്കൂൾ ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്ദുപ്പിന്റെ രാസനാമം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇന്ദുപ്പ് ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അല്ലെ? തുരിശ് എന്താ? തുരിശ് കോപ്പർ സൾഫേറ്റ്. തുരിശിന്റെ നിറം എന്താ? തുരിശിന്റെ നിറം നീലയാണ്. തുരിശിന്റെ കോപ്പർ സൾഫേറ്റിന്റെ നിറം നീലയാണ്. അത് ഓർത്തു വെക്കുക. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. അലക്കുകാരം. ജിപ്സം ഏതായിരുന്നു നമ്മൾ പറഞ്ഞ? കാൽസ്യം സൾഫേറ്റ്. ഞാൻ കുറച്ച് pH മൂല്യം ചോദിച്ചോട്ടെ. pH മൂല്യം സ്കൂൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരാ കണ്ടുപിടിച്ചത്? pH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറാൻസൺ എന്ന് പറയുന്ന ആളാണ് pH സ്കെയിൽ കണ്ടെത്തിയത്. ക്യാരറ്റ്, ക്യാബേജ് എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം pH 7 മുതൽ 8 വരെയാണ്. ക്യാരറ്റ്, ക്യാബേജിന്റെയൊക്കെ മണ്ണിന്റെ pH മൂല്യം 7 മുതൽ 8 വരെയാണ്. ഈ ഉരുളൻകിഴങ്ങിന്റെ pH മൂല്യം, മണ്ണിന് ആവശ്യമായ, കൃഷിക്ക് ആവശ്യമായ വിളയുടെ ഉരുളൻകിഴങ്ങ് കൃഷി ചെയ്യാനുള്ള pH മൂല്യം pH 5 അടുത്ത് എന്ന് പറഞ്ഞാൽ മതി. ഏതാണ്? 5 അടുത്ത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിവിളകളുടെ എല്ലാം pH മൂല്യം എന്ന് ചോദിച്ചാൽ pH 6.5 മുതൽ 7.2 വരെയാണ്. അപ്പൊ പ്രധാന കാർഷിക വിളകളുടെ pH മൂല്യം ഏതാണ്? pH 6.5 മുതൽ 7.2 വരെയാണ്. ഇനി ജലത്തിന്റെ pH മൂല്യം 7, രക്തത്തിന്റെ pH മൂല്യം 7.4, പാലിന്റെ pH മൂല്യം 6.4, ജലം 7, രക്തം ഏതാണ്? 7.4, പാൽ ഏതാണ്? 6.4. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ pH മൂല്യം 10.5 ആണ് കേട്ടോ. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 10.5. വിനാഗിരി 4.2. വിനാഗിരിയുടേത് 4.2. പിന്നെ ടൂത്ത് പേസ്റ്റ് ഒന്ന് പഠിച്ചേരെ. 8.7. ടൂത്ത് പേസ്റ്റിന്റെ ഏതാണ്? 8.7 ആണ് ടൂത്ത് പേസ്റ്റ്. ഇനി നല്ലൊരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യൽസ്? പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യൽസ്. അത് ചോദിക്കാം. അതുപോലെ ഈ നമ്മുടെ മിശ്രിതങ്ങളിൽ കൊളോയിഡും ഉണ്ട്, സസ്പെൻഷനും ഉണ്ട്. കൊളോയിഡിന് ഉദാഹരണം, സസ്പെൻഷൻ ഉദാഹരണം ചോദിക്കും. സസ്പെൻഷൻ ഒരു ഉദാഹരണം ചെളിവെള്ളമാണ്. സസ്പെൻഷൻ ഉദാഹരണം ഏതാ? ചെളിവെള്ളം. താഴെ പറയുന്നതിൽ കൊളോയിഡുകൾക്ക് ഉദാഹരണം ഏത്? നമ്മളെ മഷി, നേർത്ത കഞ്ഞിവെള്ളം, മൂടൽ മഞ്ഞ്, പാല് കേട്ടോ. മഷി, നേർത്ത കഞ്ഞിവെള്ളം, മൂടൽ മഞ്ഞ്, പാല്, ഇതൊക്കെ
ഒക്കെ നമുക്ക് എന്ത് പറയാം, കൊളോയിഡിന് ഉദാഹരണം പറയാം. ഇനി ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിറം കിട്ടാൻ വേണ്ടി, മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടാർട്രസിനാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം കിട്ടാൻ ടാർട്രസിനാണ്. ചുവപ്പ് നിറം കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എറിത്രോസിൻ. ചുവപ്പ് എറിച്ചു നിൽക്കൂ എന്ന് പറയുന്നില്ലേ, ചുവപ്പ് എറിത്ത്, അപ്പൊ ചുവപ്പ് നിറം നൽകാൻ എറിത്രോസിനാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് വാനിലിനാണ്. രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? വാനിലിനാണ് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഈ സ്ത്രീകളുടെ 2 ലൈംഗിക ഹോർമോണിന്റെ പേര് ചോദിച്ചിട്ടില്ലേ? സ്ത്രീകളുടെ 2 ലൈംഗിക ഹോർമോൺ ഏതൊക്കെയാ? ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും അല്ലെ. ഇപ്പൊ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. പുരുഷന്റെ ലൈംഗിക ഹോർമോൺ ഏതാ? ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്റേത് ടെസ്റ്റോസ്റ്റിറോണും. ഈ സ്ത്രീകളുടെ ലൈംഗിക ഹോർമോൺ ഈസ്ട്രജൻ, നമ്മുടെ ഇതും പറയാം, ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും അല്ലെ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാ? പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ പ്രൊലാക്റ്റിൻ ആണ്. അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഇൻസിറ്റ് കൺസർവേഷനും എക്സിറ്റ് കൺസർവേഷനും ഉദാഹരണം ചോദിച്ചിട്ടില്ലേ? ഇൻസിറ്റ് കൺസർവേഷൻ ഏതൊക്കെ പറയാം? ഇൻസിറ്റിന് പറയുമ്പോൾ ദേശീയ പാർക്ക്, വന്യജീവി സങ്കേത കേന്ദ്രം, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ നിങ്ങൾക്ക് പറയാം, ബയോസ്ഫിയർ റിസർവുകൾ പറയാം, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇത്രയാണ് ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണം. ദേശീയ പാർക്ക്, വന്യജീവി സങ്കേത കേന്ദ്രം, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ, കാവുകള്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാ? ഇന്ത്യയിൽ 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? 1 പശ്ചിമഘട്ടം, 2 വടക്ക് കിഴക്കൻ ഹിമാലയം, 3 ഇൻഡോ ബർമൻ മേഖല, 4 സുണ്ടാലാൻഡ് കേട്ടോ, സുണ്ടാലാൻഡ്. ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ? 4 പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല, സുണ്ടാലാൻഡ് അല്ലെ. ഇനി എക്സിറ്റ് കൺസർവേഷൻ ഏതൊക്കെ പഠിക്കുന്നത്? എക്സിറ്റ് കൺസർവേഷൻ സുവോളജിക്കൽ ഗാർഡ്, ബോട്ടാണിക്കൽ ഗാർഡന്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ജീൻ ബാങ്ക് അല്ലെ. ജീൻ ബാങ്കിന് ഉദാഹരണം നമ്മളെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. സുവോളജിക്കൽ ഗാർഡന് കേരളത്തിൽ എവിടെയൊക്കെയുണ്ട്? സുവോളജിക്കൽ ഗാർഡൻ കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. ബോട്ടാണിക്കൽ ഗാർഡൻ എവിടെയാ? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്, പാലോട് അല്ലെ. പാലോട് ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ കോഴിക്കോട് ഉണ്ട്, കോഴിക്കോട് ഒളവണ്ണയിൽ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ. ഓർത്തു വെക്കണേ. IUCN അല്ലേ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റെഡ് ഡേറ്റ ബുക്ക്, ആവാസ വ്യവസ്ഥ, അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ബുക്കല്ലേ റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടനയുടെ IUCN പുറത്തിറക്കുന്നത്. IUCN എന്ന സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. WWF ഇല്ലേ, WWF അതായത് ജൈവ വൈവിധ്യ സംരക്ഷണം മാത്രമല്ല അവർക്ക്, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ എന്നിവയുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വിറ്റ്സർലൻഡിൽ തന്നെ സംഘടനയാണ് WWF കേട്ടോ. നിശബ്ദ വസന്തം ആരുടെ കൃതിയാണ്? നിശബ്ദ വസന്തം റേച്ചൽ കാർഡ്സൺ അല്ലെ. വേറൊരു പേര് പറഞ്ഞ നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് ആരുടെ കൃതിയാ? റേച്ചൽ കാർഡ്സൺ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് നിശബ്ദ വസന്തം, റേച്ചൽ കാർഡ്സന്റെ കൃതിയാണ് കേട്ടോ. റേച്ചൽ കാർഡ്സൺ. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷമൊക്കെ ചോദിക്കാം, സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. 1972 അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം എന്നാണ് 1972. ഇനി ഞാൻ ജീവികൾക്ക് 6 കിങ്ഡമായിട്ട് തിരിച്ചിട്ടുണ്ട്. ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. 6 കിങ്ഡമായിട്ട് തിരിച്ചത് ആര്? കാൾ വൗസ് ആണ്. ഇനി ഞാനത് ശ്രദ്ധിച്ചു പോകണേ. മൊണീറ പ്രോട്ടിസ്റ്റ ഫസ്റ്റ് പ്രിലിംസുകാർക്ക് ചോദിച്ചായിരുന്നു. മൊണീറ എന്ന് പറയുന്നത് 1ാമത്തെ ജീവിവർഗമാണ്. മൊത്തം 6 കിങ്ഡം ഉണ്ട്. മൊണീറ 1ാമത്തത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊണീറ. ബാക്ടീരിയ നമ്മൾ പറയാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി ഏതാണ്? മൊണീറ. ഇനി ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവി പ്രോട്ടിസ്റ്റ. ഏതാണ്? പ്രോട്ടിസ്റ്റയാണ് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവി. അതുപോലെ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ, മറന്നുപോരുത്, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളെ ഫംജൈ എന്ന് പറയാം. ഫംജൈ ഉദാഹരണം നിങ്ങൾക്ക് കുമിളുകൾ പറയാം. സഞ്ചരിക്കാനും കഴിവില്ല, പരപോഷിയുമാണ്, ഏകകോശ ജീവികളെയുമാണ്. ബഹുകോശ ഏകകോശ ജീവികളെ നമ്മൾ പറയാം. പിന്നെ പ്ലാന്റ്, പിന്നെ അനിമേലിയ. പ്ലാന്റ് എന്ന് പറയുമ്പോൾ സസ്യങ്ങളും, അനിമേലിയ എന്ന് പറയുന്ന ജന്തുക്കൾ. 5 കിങ്ഡമായി. ഇനി 6ാമത്തെ കിങ്ഡം നമ്മുടെ മനുഷ്യൻ ഉൾപ്പെടുന്ന കിങ്ഡം, യുക്കാരിയ. മറന്നുപോരെ, മനുഷ്യൻ ഉൾപ്പെടുന്ന ആ ഡൊമെയിൻ വിളിക്കുന്ന പേരെന്താണ്? യുക്കാരിയ. അപ്പം ജീവിവർഗത്തെ 6 കിങ്ഡമായിട്ട് വേർതിരിച്ച ആളാരാണ്? കാൾ വൗസ്. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത മുണീറയും പ്രോട്ടിസ്റ്റയും കയറി ചോദിക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെ മുണീറ എന്നും, ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവിയെ പ്രോട്ടിസ്റ്റ് എന്നും, മനുഷ്യൻ ഉൾപ്പെടുന്ന ആ ഡൊമെയിനെ വിളിക്കുന്ന പേരെന്താണ്? അത് യുക്കാരിയ എന്ന് വിളിക്കുന്നതാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത്. നല്ലൊരു പോയിന്റ്.
ഇനി നിങ്ങൾക്ക് പരാദം, മ്യൂച്വലിസം, കമൻസലിസം ചോദിക്കാം. പരാദവും മ്യൂച്വലിസവും കമൻസലിസവും. പരാദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഗുണവും മറ്റേയാൾക്ക് ദോഷവും, ഒരാൾക്ക് ഗുണവും മറ്റേയാൾക്ക് ദോഷവും വരുത്തുന്നതാണ് പരാദം എന്ന് വിളിക്കുന്നത്. മാവു ഇത്തിൽ കണ്ണിയും, മാവു ഇത്തിൽ കണ്ണിയും പരാദത്തിന് ഉദാഹരണം. അതായത് മാവിൽ ഇത്തിൽ കണ്ണി കയറി കഴിഞ്ഞാൽ മാവ് കൊണ്ടുവരുന്ന ആഹാരമൊക്കെ ഇത്തിൽ കണ്ണി വലിച്ചെടുക്കും. അപ്പൊ പരാദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും. ഇനി മ്യൂച്വലിസം എന്താ? രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതാണ് മ്യൂച്വലിസം. അതായത് പശുവും കാക്കയും, പശുവിന്റെ ദേഹത്തിരിക്കുന്ന പശുവിന് ബുദ്ധിമുട്ടില്ല, രണ്ടുപേർക്കും രണ്ട് ജീവികൾക്കും ഗുണകരം എന്ന് പറയുന്നതാണ്. അതായത് പശുവിന്റെ ദേഹത്തിരിക്കുന്ന ചെള്ള് ആര് കൊത്തി തിന്നുന്നു? കാക്ക കൊത്തി തിന്നുന്നു. അപ്പൊ ചെള്ളും പോയി കിട്ടി, കാക്കയ്ക്ക് ആഹാരവുമായി, അല്ലെ? അപ്പൊ ഗുണകരമാണ്. അത് മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത്. പിന്നെ കമൻസലിസം എന്ന് പറയുന്നുണ്ട്. ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷവും ഇല്ല. ഒന്നിന് ഗുണമാണ് മറ്റേതിന് ഗുണമോ ദോഷവും ഇല്ല. അത് നിങ്ങൾക്ക് മാവും മരവാഴയും പറയാം. കാരണം എന്താണെന്നറിയാമോ? മാവും മരവാഴയും, അതായത് മരവാഴ മാവി പിടിക്കുമെങ്കിലും മാവിന്റെ ഒന്നും എടുക്കാറില്ല. അവർ അന്തരീക്ഷത്തിലുള്ള ജലമൊക്കെ വെച്ചാണ് ജീവിച്ചു പോകുന്നത്. അത് അപ്പം മൂന്നിന് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ പരാദത്തിന് ഉദാഹരണം മാവും ഇത്തിൽ കണ്ണിയും, മ്യൂച്വലിസത്തിന് ഉദാഹരണം പശുവും കാക്കയും, കമൻസലിസത്തിന് ഉദാഹരണം മരവാഴയും മാവും. കിട്ടുമല്ലോ? നല്ലൊരു പോയിന്റ്. ആരാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്? ആരാ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്? കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡ്രേ ആണ്. 10,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ജോൺ ഡ്രേ. കേട്ടോ, സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഡ്രേ. പക്ഷെ നിങ്ങളോട് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ കാൾ ലിനേയസ് ആണ് നമ്മൾ പറയേണ്ടത്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയാമോ? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ നെല്ലിന്റെ ശാസ്ത്രീയ നാമം. തെങ്ങിന്റേതാണ് കൊക്കോസ് നൂസിഫറ. കൊക്കോസ് നൂസിഫറോ. പശുവിന്റെ എന്താണെന്നറിയാമോ? പശുവിൻ്റെത് ബോസ് ടോറസ്. ബോസ് ടോറസ്. പന്തീറ ലിയോ സിംഹം. പന്തീറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം. എല്ലാം ഒരുവിധം സയൻസ് സ്കൂൾ ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. കേട്ടോ, വിറ്റാമിൻ കെ എന്ന് പറയുന്നത് വൻകുടലിൽ വസിക്കുന്നതാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വന്നത് 41-ലാണ്. 1941 വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കേട്ടോ, അതിന്റെ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും നീലകണ്ഠ അയ്യറാണ് പ്രസിഡന്റ്. അല്ലേ? 41-ലാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം വരുന്നത്. 41-ലല്ലേ കയ്യൂർ സമരം? അന്ന് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ കയ്യൂർ സമരം നടന്നതും 41-ലാണ്. 40-ൽ 40-ൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന മൊറാഴ സമരം 40-ലാണ്. അല്ലേ? മൊറാഴ സമരം KPR ഗോപാലൻ. ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ 42-ലാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴറിയൂർ ബോംബ് കേസ് 1942-ലാണ്. ഇന്ത്യയിൽ 42 കിറ്റ് ഇന്ത്യ സമരം. August 9 കിറ്റ് ഇന്ത്യ സമരം നടന്നത്. അതുകൊണ്ട് കിറ്റ് ഇന്ത്യ ദിനം എന്തെന്ന് ചോദിച്ചാൽ August 9 പറയാം. ജാലിയൻ വാലാബാഗ് ദിനം എന്ന April 13. ജാലിയൻ വാലാബാഗ് ദിനം എന്നാണ് April 13. ജാലിയൻ വാലാബാഗ് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ആണ്. കേട്ടോ, ഹണ്ടർ കമ്മീഷൻ. അതുപോലെ ജാലിയൻ വാലാബാഗ് സമ്മേളന വേദി സിഖുകാരുടെ ഒരു വൈശാഖി ഉത്സവ ദിവസത്തിലായിരുന്നു. വൈശാഖി ഉത്സവ ദിവസം ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ചിലു ഇവരൊക്കെയായിരുന്നു ആദ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. വെടിവെക്കാൻ ഉത്തരവിട്ടത് മൈക്കിൾ ഒ ഡയറും വെടിവെച്ച പട്ടാള മേധാവിയുടെ പേരാണ് ജനറൽ ഡയറും. അതിൽ മൈക്കിൾ ഒ ഡയറിനെയാണ് നമ്മുടെ ഉത്തം സിംഗ് പോയി വധിച്ചത്. കേട്ടോ, ഉത്തം സിംഗ് പോയി വധിച്ചത് മൈക്കിൾ ഒ ഡയറിനെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ ആ ഭാഗങ്ങളിൽ നല്ലൊരു ചോദ്യം. ഉപ്പ് സത്യാഗ്രഹം 30-ലാണ്. ഗാന്ധിജിയുടെ 3 സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ജനകീയ സത്യാഗ്രഹങ്ങൾ 20-ലെ നിവർത്തന 20-ലെ നിസ്സഹകരണ പ്രസ്ഥാനം, 30-ലെ നിയമലംഘന പ്രസ്ഥാനം, 42-ലെ കിറ്റ് ഇന്ത്യ സമരം. ഓർത്തു വെച്ചിരിക്കണേ. നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് മുംബൈയിൽ 46-ലാണ്. നാവിക കലാപം മുംബൈയിൽ 46-ല്. കേട്ടോ, 46-ലായിരുന്നു. അതുപോലെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഈ ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻ ലിത്ഗോ പ്രഭു. കേട്ടോ, ഇന്ത്യയിലെ
അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി അദ്ദേഹമാണ്. ലിൻ ലിത്കോ പ്രഭു ആണ് ആഗസ്റ്റോഫർ പ്രഖ്യാപിച്ചത് കേട്ടോ. പ്രാദേശിക ഭാഷാ പത്ര നിയമം ആരുടെയാ? പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവിന്റെ പ്രാദേശിക ഭാഷാ പത്ര നിയമം. അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് റിപ്പൺ പ്രഭുവാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരുടെ? റിപ്പൺ. INC രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. INC രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരുടെ? ഡഫറിൻ പ്രഭു. നമ്മുടെ ജനഗണമനയും വന്ദേ മാതരവും ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിൽ അല്ലെ. ജനഗണമന 1911 വന്ദേ മാതരം 1896. ജനഗണമന 1911 ഏത് രാഗമാണ് ജനഗണമനയുടെ രാഗം? ശങ്കരാഭരണം. വന്ദേ മാതരത്തിന്റെ രാഗം ഏതാ? ദേശരാഗ. വന്ദേ മാതരം പാടാൻ 65 സെക്കൻഡും ജനഗണമന വന്ദേ മാതരം 1896 അല്ലെ. ജനഗണമനയാണ് 1911. തിരിഞ്ഞു പോയോ എന്തോ? 1896 വന്ദേ മാതരമാണ് കേട്ടോ. വന്ദേ മാതരത്തിന് INC പാടിയത് 1896. റഹ്മത്തുള്ള സയാനി ആയിരുന്നു ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്. പാടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ എഴുതുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയത്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹള സന്യാസി ലഹളയാണ് ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹള. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ ബംഗാളി നോവൽ ദുർഗേശനന്ദിനി എന്ന് പറയുന്നതാണ് കേട്ടോ. ദുർഗേശനന്ദിനി. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം 30-ലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം 30-ൽ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നത് മൊയ്യാരത്ത് ശങ്കരനെയാണ് കേട്ടോ. മൊയ്യാരത്ത് ശങ്കരൻ. ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാന്നറിയാമോ? ധരാസന ഉപ്പ് സത്യാഗ്രഹം അത് സരോജിനി നായിഡു ആണ്. ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവാരെന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സപ്രു കമ്മിറ്റി എന്തുമായി ബന്ധപ്പെടുന്നു എന്നടെ? സപ്രു കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങൾ. പക്ഷേ സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കർത്തവ്യങ്ങളാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ, കടമകൾ ആണ്. 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. USSRൽ നിന്നാണ് കടമെടുത്തത് മൗലിക കർത്തവ്യങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നും. പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നും. മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. ആമുഖവും മൗലിക അവകാശവും ഒക്കെ അമേരിക്കയിൽ നിന്നാണ്. ക്യാബിനറ്റ് പാർലമെന്ററി സമ്പ്രദായം ഇതൊക്കെ കടമെടുത്തത്, പൗരത്വം, റിട്ടുകൾ ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ, മൗലിക കർത്തവ്യങ്ങൾ 4A, 5 പാർലമെന്റ്. 5 പാർലമെന്റ്. പൗരത്വം 2 അല്ലെ. എന്നാ പൗരത്വ വർഷം എന്താ? 1955 പൗരത്വ വർഷം എന്ന് വിളിക്കുന്നത്. 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 5 to 11. മൗലിക അവകാശങ്ങൾ എത്ര? 12 to 35. 36 മുതൽ 51 വരെ ഏതാ? നിർദ്ദേശക തത്വങ്ങൾ. 51A ഏതാ? 51A ഏതെന്ന് ചോദിച്ചാൽ മൗലിക കർത്തവ്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഒത്തിരി. എന്നാ വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12. മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ 1993 ഒക്ടോബർ 12. അതുണ്ടാ മനുഷ്യാവകാശ കമ്മീഷൻ 93 ഒക്ടോബർ 12. വനിതാ കമ്മീഷൻ 92 ഡിസംബർ 31. 92 വനിതാ കമ്മീഷൻ. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്ര. ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ വജാഹത്ത് ഹബീബുള്ള. മെയിൻ കാര്യങ്ങളൊക്കെ ഒത്തിരി നേരം ആയെന്ന് തോന്നുന്നു. ബോറടിച്ചോ എന്താ? അപ്പൊ സപ്രു കമ്മിറ്റി മറന്നുപോലെ. ശിവരാമൻ കമ്മിറ്റി നബാർഡാണ്. നബാർഡ് 1982 ജൂലൈ 12 നബാർഡ് വന്നത്. 82 ജൂലൈ 12. കയറ്റ് ഇറക്കുമതിയെ സഹായിക്കുന്ന ബാങ്ക് ഏതാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റു ഇറക്കുമതി എക്സിം ബാങ്ക്. ഏതായിരുന്നത്? എക്സിം ബാങ്ക് ആണ് കയറ്റ് ഇറക്കുമതി. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ഏതാ? ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ചോദിച്ചിട്ടില്ലേ? സിഡ്ബി ആണ്. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? സിഡ്ബി. ലക്നൌവിൽ ആസ്ഥാനമാക്കി വരുന്ന സിഡ്ബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡൊക്കെ ഓർമ്മയുണ്ട്. സെബി അല്ലെ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടത് സെബി. റിസർവ് ബാങ്ക് വന്നത് 35-ലും ദേശസാൽക്കരിച്ചത് 49-ലാണ് അല്ലെ. റിസർവ് ബാങ്കിന്റെ ഗവർണർ മാറിയേ. റിസർവ് ബാങ്കിന്റെ 26-ാമത്തെ ആളായി 25 ശക്തികാന്ത ദാസ് ആയിരുന്നു. മറ്റേത് സഞ്ജയ് ആക്കി മാറ്റി. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. സഞ്ജീവ് ഖന്ന ഒക്കെ ആയിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര്. അതൊക്കെ തെറ്റിപ്പോരുത്. സഞ്ജയ് വെച്ച് എനിക്ക് തോന്നുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പേരും മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ പുതിയതൊന്ന് നോക്കിയേക്കണം. ഞാൻ പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് പുതിയ സ്ഥാനങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. മലയാളത്തിലെ അവാർഡുകളൊന്ന് നോക്കിയിട്ട് പോവുക. മലയാളത്തിലെ നോബൽ സമ്മാനം നോക്കിയിട്ട് പോകണം കേട്ടോ. നോബൽ സമ്മാനം, ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും ഒന്ന് നോക്കിയേരെ. അതുപോലെ വേദികളൊന്ന് നോക്കിയേക്കണേ. ഇപ്പം ബ്രിക്സ് ഉച്ചകോടിയൊക്കെ വേദി ചോദിക്കാറില്ലേ? റഷ്യയിലെ കസാനൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വേദികളൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് സ്വസ്ഥമായിരുന്ന പതുക്കെ നോക്ക്. കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്ന് നോക്ക്. ഇനി ഫ്രീ ആയിട്ട് പോയിട്ട് പോവാ. നിങ്ങൾക്ക്
കിട്ടും ഒരുവിധം. ഞാൻ ചുമ്മാ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ബേസ് കാര്യങ്ങൾ, ഇതൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ലക്ഷക്കണക്കിന് ജീവിക്കുന്നുണ്ട്. അതിലെവിടിട്ട് ഇതിലൊരു 5% പോലും ആയിട്ടില്ല എന്നാണ്. എന്നാലും ഇമ്പോർട്ടന്റ് ഒരു 2 ഘട്ട പരീക്ഷ കണ്ടപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു പോയെന്നേന്ന്. എന്തായാലും ഐശ്വര്യമായിട്ട് പോകും. പ്രാർത്ഥന ഉണ്ടാവും. പരീക്ഷയുടെ ആ ദിവസം ഫുള്ള് എൻ്റെ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചവർ കിട്ടട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു റിവിഷൻ ആയി എന്ന് പഴയതൊക്കെ തന്നെ എപ്പോഴും പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൊണ്ടുവരുന്നത്. കാരണം കൂടുതലും ചോദിച്ചു കണ്ടതിൽ കേരള ജിയോഗ്രഫി, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, ഈ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി നല്ലോണം നോക്കണേ. ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, മൗണ്ട് ഗേറ്റും ഒക്കെ കാറക്കോറത്തിൽ കിടക്കുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ആ ഒരു ഭാഗമൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കണേ. ആ CAG ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. മറ്റേ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു മാറിയ? 26ാമത്തെ സഞ്ജയ് മൽഹോത്ര. ഓർത്ത് വെച്ചിരിക്കുക, സഞ്ജയ് മൽഹോത്രയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. റിസർവ് ബാങ്ക് ഗവർണർ 26ാമത്തെ. മറ്റേത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതും മാറിയിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഓർത്ത് വെച്ചിരിക്കുകയാണ്, സഞ്ജീവ് ഖന്ന. അതല്ല, എത്രാമത്തെ ആള്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ. 50 എന്ന് ചോദിച്ചാൽ കേട്ടോ. ഇത് 51ാമത്തെ വ്യക്തിയാണ്. മറ്റേ റിസർവ് ബാങ്കിൻ്റെത് 26ാമത്തെ വ്യക്തിയായി. ഇപ്പം 25ാമത്തത് ശക്തികാന്ത ദാസ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും പോയിരുന്ന് കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്നും കൂടെ റിവിഷൻ നടത്തുക. അധ്യാപകരൊക്കെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.